സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തിൽ ഖിയാമത്ത് നാൾ വരെ നന്മയുണ്ട്. ആ പ്രതീക്ഷയിലാണ് നമ്മൾ എന്നും ജീവിക്കേണ്ടത്. അങ്ങനെയാണ് ഖിയാമത്ത് നാൾ വരെ. കുറച്ച് കുരുത്തക്കേടൊക്കെ എല്ലാ നാട്ടിലും ഉണ്ട്, എല്ലാ നാട്ടിലും ഉണ്ടാവും. അത്യാവശ്യം ആരോഗ്യവും കയ്യിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ കുരുത്തക്കേടുണ്ടാവും, അല്ലേ? അങ്ങനെ കുറേ കുരുത്തക്കേട് കളിച്ച് റിട്ടയർഡായ ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ. അപ്പോൾ കുറച്ച് നേരം അന്ധമായി ജീവിക്കുന്നൊരു സമയമുണ്ട്. പിന്നെ അങ്ങ് കണ്ണു തുറക്കും, പിന്നെ അവർ തൗബ ചെയ്ത് മടങ്ങും. ആ നന്നാവൽ വലിയൊരു മാറ്റമായിരിക്കും. ആ മാറ്റത്തിൽ മുമ്പത്തെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം അവർക്ക് വീണ്ടെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾ പറയുമായിരുന്നു, ജാലിസു അത്തായിബീൻ, തൗബ ചെയ്ത് മടങ്ങി വന്ന ആളുകളുടെ കൂടെ നിങ്ങൾ പോയിരിക്കണം. മുമ്പ് കള്ളുടിയനായിരുന്നു, മയക്കുമരുന്നിന്റെ ഡീലറായിരുന്നു. ഇപ്പോൾ അവൻ നല്ല ഒന്നാന്തരം മുത്തഖിയായ ആബിദാണ്. അത്തരം ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണം. അവരെ നിങ്ങൾ അകറ്റി നിർത്തരുത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ലേ എന്ന് പറയരുത്. എന്തേ കാരണം എന്നറിയോ? കാരണം അവരുടെ ഹൃദയം വളരെ ലോലമാണ്. അവരുടെ ഹൃദയം വളരെ ലോലമാണ്. അവരുടെ ഹൃദയങ്ങൾ വളരെ മൃദുവായിരിക്കും. അവർ പെട്ടെന്ന് കരയും. അവർക്കിനി ഒരിക്കലും തിന്മയിലേക്ക് പോവണ്ട. കാരണം അതിൻ്റെ മധുരവും കയ്പുമൊക്കെ അവർ അറിഞ്ഞവരാണ്. അതുകൊണ്ട് തിന്മകൾ ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വലിയ ഒരു നല്ല ഭാവിയുടെ സൂചനകളായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തിന്മ ചെയ്ത് നടക്കുന്നവരെ ഒരിക്കലും സ്റ്റാമ്പ് കുത്തി നരകത്തിലേക്കുള്ളവരാണെന്ന് നമ്മൾ ആർക്കും പറയാൻ അധികാരമില്ല. നമ്മളെ സംബന്ധിച്ചു പോലും വിധി പറയാൻ കഴിയാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് ആരും ആരെപ്പറ്റിയും അവര് മോശപ്പെട്ടവരാണ്, നന്നാവില്ല എന്ന് പറയല്ലേ. വയുഅ്ജിബുനിൽ ഫഅൽ, പുണ്യ നബി തങ്ങൾക്ക് നല്ലത് കേൾക്കാനായിരുന്നു ഇഷ്ടം. രക്ഷപ്പെടും, വിജയം വരും, നമ്മൾ രക്ഷപ്പെടും, അള്ളാഹുവിന്റെ സഹായം വരും, പടച്ചവൻ നമ്മളെ കൈവടിയില്ല, രോഗം ശിഫയാകും, അള്ളാഹു സലാമത്ത് നൽകും, അള്ളാഹു ആഫിയത്ത് നൽകും, ദാരിദ്ര്യം തീരും. നമ്മൾ എന്തിനെ കുറിച്ചൊക്കെയാണോ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, വീടായിരിക്കാം, മക്കളുടെ കല്യാണമായിരിക്കാം, അവരുടെ വിദ്യാഭ്യാസമായിരിക്കാം, നമ്മൾ ആഗ്രഹിക്കുന്നതിലും ഖൈറായത് അള്ളാഹു എനിക്കും എൻ്റെ മക്കൾക്കും തരും എന്ന് തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിക്കണം. ഫഅൽ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ് എന്ന് പഠിപ്പിച്ച മതമാണിത്. ഇങ്ങനെ ശുഭാപ്തി വിശ്വാസം ഖൽബിന്റെ ഒരു ഇബാദത്താണ്. എല്ലാം നല്ലതായിട്ട് വരും, എല്ലാം ശരിയാവും, എല്ലാം റാഹത്തിലാകും എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നത് പോലും ഹൃദയത്തിൻ്റെ ഒരു ആരാധനയാണത്രേ. പടച്ചോനെ, നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണ് വേണ്ടത്. അല്ല എല്ലാം കുഴപ്പമായി, ഇനി ഒന്നും ശരിയാവൂല, ആകെ തകിടം മറിഞ്ഞു, ഇനി ഒരു കാര്യമില്ല, കാലൊക്കെ തീർന്നു, ഇനി ഖിയാമത്ത് നാളാണ്, നാളെ മറ്റന്നാൾ വരാൻ പോണത്, ഇങ്ങനെ നമുക്കാർക്കും പറയാൻ പറ്റില്ല. ഖതീബുൽ ബഗ്ദാദി മുജദ്ദിദീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു മഹാനോട് ഒരു കിതാബുണ്ട്. അതിൽ 8-ാം നൂറ്റാണ്ടെത്തിയപ്പോൾ, ഇപ്പം നമ്മൾ ഹിജ്റ കലണ്ടർ പ്രകാരം 15-ാം നൂറ്റാണ്ടിലാണ്. 8-ാമത്തെ നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് ഒന്നുകിൽ ഇമാം മഹദിയാണ്, അല്ലെങ്കിൽ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമാണ് എന്ന് മഹാനായ ഇമാം ഖതീബുൽ ബഗ്ദാദി എൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചു. അത് ശരിയായിരുന്നില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. വല്ലന്നു, ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാൻ പറഞ്ഞു കേട്ടോ. വല്ലന്നു സാമിനുൽ മഹ്ദിയു അവിൽ മസീഹുൽ മുഹ്തദി, എൻ്റെ അഭിപ്രായ പ്രകാരം ഇനി 8-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ്, 1-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, 2-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് ഇമാമുന ശാഫിഈ തങ്ങൾ, അങ്ങനെ മുജദ്ദിദീങ്ങളുടെ ഒരു സിൽസിലയുണ്ട്, ഒരു വഴിയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മഹാൻ 8-ാം നൂറ്റാണ്ടുകാരനാണ്. മഹാന്മാർ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന മുജദ്ദിദ് ആരാണ്? ഇമാം മഹ്ദിയാണ്. ഖിയാമത്ത് നാളായിട്ടുണ്ട് എന്ന് അവർക്കന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 7 നൂറ്റാണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇത് എപ്പോൾ സംഭവിക്കും നമുക്കാർക്കും അറിയില്ല. അൽ ഗൈബ് ഇൻദല്ലാഹ്, പടച്ചവൻ മാത്രം അറിയുന്നൊരു വിഷയമാണ് എന്നാണ് ഖിയാമത്ത് നാൾ. ലോകമഹായുദ്ധങ്ങൾ 2 കഴിഞ്ഞപ്പോൾ 3 ആവാം, ഇനി 5 10 ഒക്കെ ആവാം, നമുക്കറിയില്ല എന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന്. അതുകൊണ്ട് എനിക്ക് ശുഭാപ്തി വിശ്വാസം ഇഷ്ടമാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരാശാജനകമായ സന്ദർഭങ്ങളിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പ്രതീക്ഷ നൽകിയത്.
ഖന്തഖ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബികളെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയാത്ത ഒരു പാറക്കല്ല് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ പുണ്യമായ കൈകൊണ്ട് ആ ഒരു ഹാമർ എടുക്കുകയും വലിയൊരു പാറയിൽ നിബിതങ്ങൾ അവിടുത്തെ കൈകൊണ്ട് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലി ഹബീബായ തങ്ങൾ പാറയിൽ അടിക്കുകയും ചെയ്തു 3 തവണ. ആ വലിയ പാറ ഒരു മണൽ കൂനയായി മാറി എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. സ്വഹാബികളിൽ 25ഓളം ആളുകൾ ഒരുമിച്ച് അടിച്ചിട്ടും പൊട്ടാത്ത ഒരു പാറക്കല്ല് അഷ്റഫുൽ ഖൽഖിന്റെ മുഅ്ജിസത്ത് പ്രകാരം പുണ്യനബി തങ്ങൾ മെല്ലെ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ പാറയിൽ അടിച്ചപ്പോൾ ആ ഓരോ അടിയിലും മിന്നൽ പിണർ പോലെ പ്രകാശം കടന്നു പോകുന്നത് സ്വഹാബിമാർ കണ്ടു. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങടിച്ച ഓരോ അടിയുടെ കൂടെയും ഞങ്ങൾ മിന്നൽ പിണർ പോലെ പ്രകാശം സ്ഫുരിക്കുന്നത് കണ്ടുവല്ലോ നബിയെ, എന്തായിരുന്നു അത്? ചോദ്യം നടക്കുന്ന സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. മദീന ഒരു കൊച്ചു നാടായിരുന്നു അന്ന്. മദീന ഒരു ചെറിയ നാടാണ് എന്ന് പറഞ്ഞാൽ ജന്നത്തുൽ ബഖീ. മദീനത്ത് പോയവരൊക്കെ ഒന്ന് കൈപൊക്കിയട്ടെ. അത്രേ ഉള്ളൂ. ഒന്നുകൂടെ മാഷാ അല്ലാഹ്. അല്ലാഹു ഹബീബിന്റെ ചാരത്തണയാനും പലതവണ സിയാറത്തിനെത്താനും ഹജ്ജും ഉംറയും ധാരാളം നിർവഹിക്കാനും ഹറമൈനുകളിൽ ഇബാദത്തിലിരിക്കാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റബ്ബേ. ആമീൻ ആമീൻ പറഞ്ഞോളി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. നമ്മൾ വിചാരിക്കും അത്രയൊന്നും വേണ്ട ഉസ്താദ്, എനിക്ക് ഒരു പോക്ക് പോയാൽ മതിയേന്. അങ്ങനെയല്ല, കുറേ വട്ടം പോകണം തന്നെ ആഗ്രഹിക്കും. അള്ളാഹുവിനോട് സ്വർഗം മതി എന്ന് മാത്രമല്ല പറയേണ്ടത്, അള്ളാഹുവേ എനിക്ക് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലെത്താൻ സാധിക്കണം. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ചെറുതാക്കരുത്, വലിയ ചോദ്യം തന്നെ ചോദിച്ചോളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുറേ തവണ ഹജ്ജ് ഉംറ മരിക്കണവരെ ആയിഷല്ലാഹ് കൂട്ടിത്തരാൻ എന്തായിരുന്നോളി ഇൻഷാ അല്ലാഹ്. മദീന കൊച്ചു നഗരമാണ്. മദീനയുടെ ജന്നത്തുൽ ബഖീഅ നിങ്ങൾ പോയിട്ടില്ലേ? ആ ജന്നത്തുൽ ബഖീഇന്റെ ഏകദേശം മധ്യഭാഗത്തൊരു ഖബറുണ്ട്. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. ജന്നത്തുൽ ബഖീഇന്റെ മാപ്പ് അറിയുന്ന ഉസ്താദുമാർ പറഞ്ഞുതരും, അത് ഉസ്മാൻ തങ്ങളാണ്. ആ കെട്ടിൻ്റെ ഉള്ളിലുള്ള ഉസ്മാൻ തങ്ങളാണ്. ഉസ്മാൻ തങ്ങൾ വഫാത്താകുന്നത് മഹാനവറുകൾ ഷഹീദാണല്ലോ. മഹാനവറുകളെ അന്നത്തെ രാഷ്ട്രീയ വൈരാഗ്യക്കാർ കൊല ചെയ്യുകയായിരുന്നു. മഹാൻ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, സൂറത്തുൽ അറാഫ് ഓതിക്കൊണ്ടിരിക്കെയാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖുർആൻ ഓതുന്ന നേരം സൂറത്തുൽ അറാഫ് ആവണം. മഹാനവറുകളുടെ രക്തം പുരണ്ട ഖുർആൻ ഇന്ന് താഷ്കന്റ് മ്യൂസിയത്തിലുണ്ട്. യുനെസ്കോ അടയാളപ്പെടുത്തിയത്. ഇതിന് 1400 കൊല്ലം പഴക്കമുണ്ട് എന്ന് സ്റ്റാമ്പ് ചെയ്ത് യുനെസ്കോ അടയാളപ്പെടുത്തിയ ലോകത്തെ ഏറ്റവും അതിപുരാതനമായ ഖുർആനിൻ്റെ കോപ്പിയുള്ളത് താഷ്കന്റിലാണ്, ഉസ്ബെക്കിസ്ഥാനിൻ്റെ ക്യാപിറ്റലിൽ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് രാഷ്ട്രീയ വൈരാഗ്യമുള്ള ആളുകൾ മഹാനവറുകളെ മദീനയിൽ മറവു ചെയ്യാൻ സമ്മതിച്ചില്ല എന്നും, മദീനക്ക് പുറത്ത് ജന്നത്തുൽ ബഖീഇന്റെ പുറത്താണ് മഹാനവറുകളെ മറവു ചെയ്തത് എന്നുമാണ് ചരിത്രം. അങ്ങനെയാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കിടക്കുന്ന ആ സ്ഥലം പഴയ മദീനയുടെ പുറമാണ്, മദീനക്ക് പുറത്താണത്. അപ്പം എത്ര ചെറിയ നാടായിരുന്നു മദീന എന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ വലിയ നഗരമാണ്. എയർപോർട്ടും മെട്രോ ട്രെയിനും സംവിധാനങ്ങളൊക്കെയുള്ളൊരു നഗരമാണ്. അന്ന് ജന്നത്തുൽ ബഖീഇന്റെ ഈ പകുതി മദീനക്ക് പുറത്താണ്. ഉസ്മാൻ തങ്ങൾ അവർ മദീനയിൽ മറവ് ചെയ്യാൻ വിട്ടില്ല എന്നാണ് ചരിത്രം. മദീനയുടെ പുറത്ത് നായകളും കുറുക്കന്മാരും ഓരിയിടുമായിരുന്ന കുറ്റിക്കാടിനുള്ളിലാണ് മഹാനവറുകളെ മറവ് ചെയ്തത് എന്ന ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. ആ കൊച്ചു മദീന അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു നേരം മദീനയ്ക്ക് വേണ്ടി സുരക്ഷിതമായും മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി ഹബീബായ തങ്ങളും സ്വഹാബികളും അവരൊരുമിച്ച് ചെയ്ത കടുത്ത ത്യാഗമായിരുന്നു ഖന്തഖ് എന്ന് പറയുന്ന കിടങ്ങുണ്ടാക്കിയത്.
നബിയെ, അങ്ങയുടെ ഓരോ അടിയുടെ കൂടെയും ഞങ്ങൾ കണ്ട മിന്നൽ പിണറിന്റെ ഉദ്ദേശം എന്താണ്? അതെന്തായിരുന്നു നബിയെ? ചെറിയ ഒരു കൊട്ടിലൊന്നും അങ്ങനെ വലിയൊരു പ്രകാശം പുറപ്പെടേണ്ടതില്ലല്ലോ. ചെറിയൊരു പൊട്ടിടെ ഉണ്ടാവോ? വലിയൊരു കൊട്ടൊക്കെ ആണെങ്കിലും ഒക്കെ ഒരു ചെറിയ സ്പാർക്കൊക്കെ കണ്ടെന്ന് വരും അല്ലേ? അവിടുന്ന് വളരെ മെല്ലെ ബിസ്മില്ലാഹി എന്ന് ചൊല്ലി പുണ്യനബി തങ്ങൾ ഹംറ കൊണ്ട് പാറയിൽ കൊട്ടുന്നിടത്ത് 3 മിന്നൽ പിണറുകൾ ഉണ്ടായതിനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഖ്യാനിച്ചത് നമ്മുടെ സുഹാഹുകളിൽ കാണാം. സുഹാബികളെ, ഒന്നാമത്തെ മിന്നൽ പിണറിന്റെ പ്രകാശത്തിൽ ഉരീതു ഖുസൂറർ റൂം, റോമൻ കോട്ടകളും കൊത്തളങ്ങളും റോമൻ അധികാര കേന്ദ്രങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. റോമിലേക്ക്, അതായത് ഇന്നത്തെ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇസ്തംബൂൾ, അത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്നത്തെ യൂറോപ്യൻ ഭരണകൂടത്തെയാണ് റോം സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ഇറ്റലിയിലെ റോമല്ല, അതിന് റൂമിയ എന്നാണ് അറബിയിൽ പറയാ. റൂം എന്ന് പറഞ്ഞാൽ തുർക്കിയിലെ ഇസ്തംബൂൾ ആസ്ഥാനമായുള്ള അന്നത്തെ ഭരണകേന്ദ്രമാണ്. അവിടുത്തെ കോട്ടക്കൊത്തളങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. അവകൾ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുമെന്നാണ് അള്ളാഹു എനിക്ക് നൽകുന്ന ശുഭസൂചന എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നത്. മദീന എന്ന കൊച്ചുനാടിനെ പോലും സംരക്ഷിക്കാൻ പെടാപാടുപെടുന്ന നേരത്ത്, ചെറിയ നാട് മദീന, അത് സുരക്ഷിതമാക്കാൻ കിടങ്ങ് കുഴിക്കുന്ന നേരത്താണ് റോമൻ കോട്ടകൾ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരും. പിന്നെ പറഞ്ഞു, ഷാമിൻ്റെ കോട്ടക്കൊത്തളങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ഇന്നത്തെ ഫലസ്തീനും സിറിയയും ജോർഡാനും ലെബനോനും അടങ്ങുന്ന പ്രദേശങ്ങളാണത്. ആ പ്രദേശങ്ങൾ ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് വരും. പിന്നെ പറഞ്ഞു, പേർഷ്യയുടെ കോട്ടകളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. മൂന്നാമത്തെ മിന്നൽ പിണറിൽ അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഇറാനിയൻ ശക്തി, പേർഷ്യൻ ശക്തി എന്ന് പറയുന്നത്. ആ സാമ്രാജ്യം മുഴുവനും ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുമെന്ന് ഹബീബായ നബി തങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ സ്വഹാബികളോട് പറയുന്നത്. മദീന എന്ന കൊച്ചുനാടിനെ, ഈ ഒരു രാമന്തളിയുടെ അത്ര പോലും വലുപ്പമില്ലാതിരുന്ന മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി കിടങ്ങ് കുഴിക്കുന്ന നേരത്താണ് ലോകത്ത് അന്ന് തലയെടുപ്പുള്ള സാമ്രാജ്യങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പുണ്യനബി തങ്ങൾ പറയുന്നത്, ഇസ്ലാം ഇവിടേക്കെല്ലാം സമാധാനത്തോടെ പ്രചരിക്കും. അന്തസ്സോടെ നമ്മൾ അവിടങ്ങളിൽ കയറി ചെല്ലും. ദീനിന്റെ പ്രഭയും ശബ്ദവും വെളിച്ചവും അവിടങ്ങളിലേക്ക് എത്തും എന്ന് ഈ ഉമ്മത്തിന് നബി തങ്ങൾ പ്രതീക്ഷ നൽകുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധികൾക്കിടയിലായിരുന്നു. അതുകൊണ്ടാണ് വയുഅ്ജിബുനി അൽഫഅൽ, ശുഭാപ്തി വിശ്വാസം, നല്ലത് വരും, വിജയം വരും, അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാനാണ് എനിക്കിഷ്ടം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. നിരാശ പറയുന്ന ആളുകൾ ജനങ്ങളിൽ ഒരുപാടുണ്ടാകും, നിരാശപ്പെടുത്തുന്നവരുണ്ടാകും. ഈ ഉമ്മത്തിന്റെ ഖൈറുകൾ തീർന്നുപോയി എന്ന് പറയുന്നവർ, ഒരാലിമ മരിച്ചുപോയാൽ പിന്നെ ലോകം തീർന്നു എന്ന് പറയുന്നവർ, ഒരു നേതാവിൻ്റെ വിയോഗം സംഭവിച്ചാൽ ഈ ഉമ്മത്തിന് ഇനി ആരുമില്ല എന്ന് പറയുന്നവർ, അങ്ങനെയല്ല. ഓരോ നൂറ്റാണ്ടിലും ഈ ദീനിന് ഉണർവ് നൽകാൻ കഴിയുന്ന ആളുകളെ, ഓരോരോ വിഷയത്തിലും ഉണർവ് നൽകുന്ന എത്രയോ മുജദ്ദിദുമാർ അലാ റഅസി മിഅതി കുല്ലി സനത്തിൻ, അല്ലാഹു പറഞ്ഞേക്കും മൻ യുജദ്ദിദു ലഹാ ദീനഹാ. ഓരോ കാലഘട്ടങ്ങൾക്കും അവരുടെ ദീനിന് അനുചിതമായ ഉണർവ് നൽകാൻ കഴിയുന്ന ആളുകൾ. ദഅവത്തിന്റെ രംഗത്ത് വരുന്ന മുജദ്ദിദുകളുണ്ട്, ഫിഖ്ഹിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, തഫ്സീറിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, തസ്കിയത്തിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, ആലമുൽ മഅരിഫത്തിൽ അല്ലാഹുവിന്റെ മുജദ്ദിദുകൾ വരാനുണ്ട്. ഇങ്ങനെ ദീനിന്റെ ഓരോരോ വിഷയങ്ങളിൽ ഈ ഉമ്മത്തിന് അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ ചെയ്യുന്നതിൽ മുജദ്ദിദുമാർ, ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിൽ മുജദ്ദിദുമാർ ഓരോ 100 കൊല്ലം കഴിയുമ്പോഴും ഉമ്മത്തിന് വരാനുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകഹും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകഹും.
ഇമാം മുസ്ലിം തങ്ങളുടെ സ്വഹീഹിൽ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയാണ് അബൂ ഇസ്ഹാഖ് റഹിമഹുല്ലാഹ്. മഹാനവറുകൾ ഹൽ ലാ അദ്രി ഹൽ ദിവായ ബിർറഫ്ഇ അം ബിന്നസ്ബി മൻ ഖാല ഹലക്കന്നാസ് ഫഹുവ അഹ്ലകുഹും എന്നാണോ ഫഹുവ അഹ്ലകഹും എന്നാണോ പുണ്യനബി പറഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് റാവിയായ അബൂ ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് സാഹിബ് മുസ്ലിം മുസ്ലിം തങ്ങളുടെ റാവിമാരിൽപ്പെട്ട അബൂ ഇസ്ഹാഖ് തങ്ങൾ പറയുന്നു, രണ്ടിനും രണ്ടർത്ഥമാണ്. മൻ ഖാല ഹലക്കന്നാസ് ഫഹുവ അഹ്ലകുഹും, ചെറിയൊരു ഹദീസാണ്, ഒന്ന് പറഞ്ഞു നോക്കി. മൻ ഖാല ഹലക്കന്നാസ് ഫഹുവ അഹ്ലകുഹും. വേറെ റിവായത്ത് മൻ ഖാല ഹലക്കന്നാസ് ഫഹുവ അഹ്ലകഹും. ഇത് രണ്ടും ഹദീസാണ്. മൻ ഖാല ഹലക്കന്നാസ്, ജനങ്ങൾ മുഴുവനും നശിച്ചു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഫഹുവ അഹ്ലകഹും, ആ പറഞ്ഞ ആളാണ് അവരെ നശിപ്പിച്ചത് എന്നാണ് അഹ്ലകഹും എന്ന് പറഞ്ഞാൽ അർത്ഥം. കാലൊക്കെ മോശമായി, ഒക്കെ കള്ളുടിയന്മാരാണ്, ക്യാമ്പസുകളൊക്കെ മോശമായി, എല്ലാവരും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഡ്രഗ്സുമായിട്ട് നടക്കുകയാണ്. നമ്മുടെ നാടൊക്കെ പറ്റ തീർന്നു. വേദന കൊണ്ട് പറയുന്നതിന് വിരോധമില്ല, എന്നാൽ ഉമ്മത്തിൽ ഇനി ഒരു നന്മയുമില്ല എന്ന നിരാശയോടുകൂടിയാണ് പറയുന്നതെങ്കിൽ, ഈ ഉമ്മത്തിനെ നിരാശപ്പെടുത്താനാണ് അങ്ങനെ പ്രസംഗിക്കുന്നതെങ്കിൽ, ആരെങ്കിലും അങ്ങനെ സൂചിപ്പിക്കുന്നതെങ്കിൽ ഫഹുവ അഹ്ലകഹും, ആ ആളുകളെ നശിപ്പിച്ചത് അവൻ തന്നെയാണ്, പറഞ്ഞ ആളു തന്നെയാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖാല ഹലകൽ മുസ്ലിമൂൻ ഫഹുവ അഹ്ലകുഹും, അങ്ങനെയും റിവായത്തുണ്ട്. മൻ ഖാല ഹലകൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഹലാക്കായിരിക്കുന്നു, മുസ്ലിമീങ്ങൾ നശിച്ചിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലകുഹും, ആ നശിച്ച മുസ്ലിമീങ്ങളിൽ ഏറ്റവും നശിച്ചവൻ ഈ പറഞ്ഞ ആളു തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതിനർത്ഥം? നമ്മളാരും ഈ ഉമ്മത്തിനെ നിരാശപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയരുത് എന്നാണ് പറഞ്ഞതിനർത്ഥം. നിരാശപ്പെടുന്നവരല്ല നമ്മൾ. നമുക്കൊരു പക്ഷേ ഉത്ഥാന പതനങ്ങൾ ഉണ്ടാകാം, താഴ്ചയും ഉയർച്ചയും ഉണ്ടാകാം. ഏത് നാടിനും ഏത് മഹല്ലിനും ചില വളരെ സുമോഹനമായ വളരെ സുന്ദരമായ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകും. നമ്മുടെ രാമന്തളി ഒരു മഹല്ല് ശാക്തീകരണം ചെയ്യാൻ പോകുന്നു എന്ന് ഉസ്മാൻ സാഹിബോട് സൂചിപ്പിച്ചു. മഹല്ലിൻ്റെ പ്രസിഡന്റും കൂടിയാണല്ലേ, മാഷാ അല്ലാഹ്, മബ്റൂക്ക്. മഹല്ല് ശാക്തീകരണം ചെയ്യാം. അപ്പോൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അബുദാബി ഇസ്ലാമിക് സെൻ്ററിനെ പോലത്തെ വലിയൊരു സംവിധാനത്തെ നയിച്ച നേതാവിനോട് ഞാൻ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു, ഉസ്മാൻ സാഹിബ് നിങ്ങളെ അഭിപ്രായം തന്നെ ഇവിടെ പറഞ്ഞാൽ കാര്യം നടക്കും, ഉഷാറാകുമെന്ന് പറയായിരുന്നു. നമ്മുടെ മഹല്ലിനെ ശക്തിപ്പെടുത്തണം. നമ്മുടെ മഹല്ലിൻ്റെ ഓരോ വീടുകളും അതിൻ്റെ സെൻസസ് എടുത്ത് നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് ആവശ്യമായ കോച്ചിങ് കൊടുത്ത് നമ്മുടെ യുവാക്കളെ ദീനിൻ്റെ തണലിലും അറിവിലും നിലനിർത്താനുള്ള സംവിധാനങ്ങൾ എല്ലാ മഹല്ലും ചെയ്യേണ്ടതാണ്. അപ്പോൾ ചില കമ്മിറ്റികൾ വരുമ്പോൾ ഒരു മഹല്ലിൻ്റെ സുവർണ കാലഘട്ടമായിരിക്കും. അടുത്ത കമ്മിറ്റി അത്ര ഉഷാറായിക്കൊള്ളുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും ഉഷാറാവും. വീണ്ടും ചെറിയൊരു തളർച്ച വരും, ഒരു ഉറക്കം വരും, വീണ്ടും ഉണരും. അങ്ങനെ പരാജയങ്ങളെപ്പോലെ തളർച്ചയും ഉണർവും ഉണ്ടാകും, പരാജയവും വിജയവും ഉണ്ടാകും. ഇത് ഉമ്മത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടൊരിക്കലും ഒരു തളർച്ച വരുമ്പോഴേക്കും ആകെ തളർന്നു ഇനി എണീക്കൂല എന്ന് പറയരുത് എന്നാണ്. ഒരു രോഗിയെക്കുറിച്ച് പോലും അങ്ങനെയല്ലേ നബി തങ്ങൾ പറഞ്ഞത്. ഒരാൾ പാരലൈസ് ആയിട്ട് കിടക്കുക, സ്ട്രോക്ക് വന്നു, ഡോക്ടർമാരൊക്കെ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു നടക്കൂല, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സമയം വൈകിപ്പോയി, ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കായിരുന്നു, പക്ഷേ ഇത്ര ഫ്രീക്വൻസിൻ്റെ ഉള്ളിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ആ രോഗിയുടെ മുമ്പിൽ വെച്ച് എന്താ ഇപ്പം ചെയ്യലേ, നിങ്ങൾ എണീക്കൂല എന്നപ്പോൾ ഡോക്ടർ പറയണത്, അതിലൊന്നും വിഷമിക്കേണ്ട കേട്ടോ, അങ്ങനെയൊന്നും പറയരുത്. എന്താ പറയേണ്ടത്? അള്ളാഹു അല്ലേ ശിഫ നൽകുന്നത്. ഇഞ്ചക്ഷൻ വെച്ചാലും ഇല്ലെങ്കിലും, സർജറി ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിനെ എണീപ്പിച്ച് നിർത്താൻ പറ്റുമല്ലോ. അള്ളാഹു ഖാദിറല്ലേ, നമുക്ക് ദുആ ചെയ്യാലോ. സ്വതഖകൾ ചെയ്യൻ, ദാനധർമ്മങ്ങൾ ചെയ്യൻ, അമല സ്വാലിഹാറ്റ് മുൻനിർത്തി നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. അള്ളാഹു സാധിപ്പിച്ചു തരും, അള്ളാഹു ശിഫ തരും എന്നു തന്നെ പറയാവൂ ഏത് രോഗികളോടും. കാരണം فإذا مرضت فهو يشفين. ദുആ ചെയ്ത ഉസ്താദിന്റെ ദുആയിൽ ഞാനത് കേട്ടു.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെ അള്ളാഹു മഹാന്റെ ഒരു വാക്കുദ്ധരിക്കുകയാണ്, എൻ്റെ റബ്ബാണ് ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത്. ശിഫ നൽകുന്നത് അള്ളാഹുവാണ്. ഡോക്ടർമാർ ഞങ്ങളുടെ കയ്യിൽ ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞാലും, മരുന്ന് ഈ ബോഡിയിലേക്ക് ഏൽക്കുന്നില്ല എന്ന് പറഞ്ഞാലും, ഞങ്ങളെ കൊണ്ട് ട്രീറ്റ്മെന്റ് സാധ്യമല്ല എന്ന് പറഞ്ഞാലും, ഫഹുവ യശ്ഫീൻ, എനിക്ക് ശിഫ നൽകുന്നത് അല്ലാഹുവാണ് എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അംബിയാഇന്റെ ആ ഒരു തത്വമാണ് മുഅ്മിനീങ്ങൾ കൈപിടിക്കുന്നത്. ചികിത്സിക്കണം. തദാവൂ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ മരുന്ന് കഴിക്കണം. ഫഇന്നല്ലാഹ ലം യദഅ ദാഅൻ ഇല്ലാ വവളഅ ലഹു ദവാഅ, അല്ലാഹു ഏതൊരു മരുന്നിനും ഏതൊരു രോഗത്തിനും മരുന്ന് വെച്ചിട്ടുണ്ട്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില, ആ മരുന്ന് അറിയുന്നവർക്കറിയാം ഏതാണ് മരുന്നെന്ന്, അറിയാത്തവർക്കറിയില്ല. പക്ഷേ മരുന്നില്ലാത്ത ഒരു രോഗവും ഈ ലോകത്തിലില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ചികിത്സിക്കണം, ചികിത്സിക്കണം. തദാവൂ യാ ഇബാദല്ലാഹ്, ഡോക്ടറെ പോയി കാണണം എന്ന് ഹബീബായ നബി തങ്ങൾ തന്നെയാ പറഞ്ഞത്. പക്ഷേ അതൊരു സബബാണ്. ശിഫ നൽകുന്നത് ഡോക്ടറാണോ? അല്ല, അതൊരു കാരണക്കാരനാണ്. അങ്ങനെ ഡോക്ടർമാർ മരിക്കാൻ പാടില്ലല്ലോ, ഒരു മരിക്കണില്ല, ഒരു അസുഖം വരുന്നില്ലേ. എന്തേ? ശിഫ അള്ളാഹുവിന്റെ കയ്യിലാണ്. ഗുളിക കുടിക്കുമ്പോൾ ഈ ഗുളിക കൊണ്ടാണ് മാറട്ടെ, അങ്ങനെയല്ല. അള്ളാഹുവെ ഞാൻ ഗുളിക കുടിക്കുകയാണ്, മാറ്റിത്തരുന്നവൻ നീയാണ് റബ്ബേ, ബിസ്മില്ലാഹ്. അങ്ങനെ മരുന്ന് കുടിക്കേണ്ടത്. ആ ഡോക്ടർ മരുന്ന് കുടിച്ചാണ് മാറും, വേറെ ഡോക്ടറായാൽ മാറൂല. അല്ലെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകൊണ്ടേ മാറുള്ളൂ, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെങ്കിലേ മാറുള്ളൂ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. സബബുകളാണ്, അതതിൻ്റെ കാരണമാണ്. അള്ളാഹ് ശിഫ വിധിച്ചിട്ടുണ്ടോ? വിധിക്കും. ഇല്ലേ? ഡോക്ടർ പറയും മരുന്നൊന്നും ഫലിക്കണില്ല. എന്തു തന്നെയായാലും ഒരു രോഗിയോട് പോലും നിരാശയിൽ പറയരുത്. 99 വയസ്സായ ഉമ്മയാണ്, വയസ്സായി കിടക്കുകയാണ്. എന്താ തോർക്കേണ്ടത്? വല്യമ്മാനെ നല്ലവർക്ക് മരിപ്പിക്കണമെന്നാ? അല്ല, വല്യമ്മാക്ക് ശിഫ കൊടുക്കണമെന്നാ തോർക്കേണ്ടത്. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ, ആഫിയത്ത് കൊടുക്കണേ, അങ്ങനെ തോർക്കാവൂ. നമ്മളൊരു 80-85 കഴിഞ്ഞാൽ പിന്നെ ദുആ. അതെ, തീരെ വയ്യ, പ്രായമായിക്കണേ, പിന്നെ എനിക്ക് നടന്നിട്ടൊക്കെ കുറേ കാലമായി, ഇപ്പോൾ കിടപ്പാണ്, നല്ല നിൽക്കേണ്ട പോയി കിട്ടാൻ വേണ്ടി ഇമാൻ കിട്ടി സലാമത്താകാൻ തോരന്നൊക്കെയെന്ന് പറയും. അത് തോരക്കണം, പക്ഷേ മരിക്കാൻ വേണ്ടി തോരക്കരുത്. എന്നാണോ മരിക്കണത് അള്ളാഹുവേ അപ്പം ഈമാൻ കൊടുക്കണേ, അല്ലെങ്കിൽ ഈമാൻ സലാമത്തായി കൊടുക്കണം. പക്ഷേ ഏതൊരു രോഗിക്കും ശിഫ കിട്ടണം. മരിക്കുമ്പോൾ അങ്ങ് രോഗിയായിട്ട് തന്നെ മരിക്കണം എന്നൊന്നുമില്ലല്ലോ, ആഫിയത്തിന് മരിച്ചൂടെ? അള്ളാഹുവിനോട് ശിഫാഇനെ ചോദിക്കണം. ഒരു പക്ഷേ ആ ശരീരത്തിന് 120 വയസ്സ് വരെ അള്ളാഹ് ആയുസ് എഴുതിക്കണമെങ്കിൽ നമുക്കറിയാൻ പറ്റുമോ? അതുകൊണ്ട് പ്രായമായി വയ്യാണ്ടായി ഇനി എണീക്കൂല, അതൊക്കെ നമുക്ക് തോന്നുകയാണ്. അള്ളാഹുവിൻ്റെ ഖലായിൽ ചിലപ്പോൾ മറിച്ചാണെങ്കിലോ. അതുകൊണ്ട് ശിഫ കൊടുക്കണേന്നേ തോർക്കാവൂ. എന്തല്ല ഞാൻ മരിപ്പിക്കണേ, എല്ലാവരും കുഴങ്ങിക്കിട്ട് നോക്കിയിട്ട് ഇനി ആവുന്നില്ല, നോക്കാനൊന്നും ആളില്ല, പഠിച്ചോനെ വേഗം കൊണ്ടേക്കോട്ടെ, അങ്ങനൊന്നും പറയരുത്. നാളെ നമുക്ക് ഈ അവസരം വരുന്നു ആലോചിക്കുക. ഞങ്ങളിങ്ങനെ ഉഷാറായി ബോധമില്ലാണ്ട് കിടക്കുക. അപ്പോൾ അടുത്തുനിന്ന് തന്നെ കുട്ടി പറയാം, അമ്മ വാപ്പാനെ വേഗം കൊണ്ടുപോകാൻ വേണ്ടി തോരുന്നൂടെ, എത്ര കാലമായി ഈ കിടക്കണ വാപ്പ വല്യപ്പ എന്ന് പറയുമ്പോൾ പഠിച്ചോനെ എൻ്റെ കുട്ടി പറയണ കേട്ടോ. നിങ്ങൾക്ക് തിരിച്ചു പറയാൻ കഴിയാത്തൊരു രംഗമുണ്ടാവും. ഇത് കേൾക്കുന്നുണ്ട്, ബോധമുണ്ട്. കുട്ടിയെ പറയല്ലേ, വാപ്പാക്ക് മരിക്കാനൊന്നും പൂതിയായിട്ടില്ല എന്ന് തിരിച്ചു പറയാൻ കഴിയാത്തൊരു നേരം എന്തൊരു വിഷമായിരിക്കും. അതുകൊണ്ട് രോഗിക്ക് പോലും പ്രതീക്ഷയാണ് കൊടുക്കേണ്ടതെന്നാണ്. മരിക്കാൻ തോർക്കണം. എപ്പം എന്നറിയോ? ഒരു നിയമം വന്ന് നിസ്കരിക്കാൻ പറ്റൂല, നോമ്പെടുക്കാൻ പറ്റൂല, ദീനനുസരിച്ച് ജീവിക്കാൻ പാടില്ല. അങ്ങനെ ശർഈയായ നമ്മുടെ ബാധ്യതകൾ പോലും ചെയ്യാൻ കഴിയാത്ത വിധം ഒരു മുസീബത്ത് വന്നാൽ അപ്പം തോർക്കണം, അല്ലാഹുവേ ജീവിതം ഖൈറാണെങ്കിൽ ജീവിപ്പിക്കണമേ, മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണമേ. അത് അപ്പോഴേ തോർക്കാവൂ. നിസ്കരിക്കാൻ പറ്റൂല, ഒന്നിനും പറ്റൂല, പിന്നെ എന്താ ഇവിടെ നടന്നിട്ട് കാര്യം? തിന്നുക, കുടിക്കുക, ഉറങ്ങുക, വേറൊന്നും ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനു ജീവിക്കണം? അല്ലാഹുവേ അങ്ങനെയാണെങ്കിൽ അല്ലാഹുമ്മ ഹീനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വഅമിത്നി മാ കാനൽ മമാതു ഖൈറൻ ലി. ജീവിതം ഖൈറാണെങ്കിൽ ജീവിപ്പിക്കണമേ, മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് പോലും ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാട് വരുമ്പോഴാണ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖാല ഹലക്കന്നാസ് ഫഹുവ അഹ്ലകഹും
ആരാണോ ജനങ്ങളൊക്കെ നശിച്ചുപോയി എന്ന് പറയുന്നത്, ആളുകളാണ് അവരെ നശിപ്പിച്ചത് എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിനെ സംബന്ധിച്ച് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ ഹദീസിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് പറഞ്ഞു, ഇദാ ഖാല ദാലിക തഹസ്സുനൻ ലിമാ യറാ ഫിന്നാസ് ഫലാ അറാ ബിഹി ബഅസാ. ജനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക ച്യുതി, സാംസ്കാരികമായ പതനം, അത് കണ്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടാണ് ആ പറയുന്നതെങ്കിൽ, ജനങ്ങൾ നശിച്ചു പോയല്ലോ എന്ന് പറയുന്നതെങ്കിൽ, ഫലാ അറാ ബിഹി ബഅസാ, അതിന് കുഴപ്പമില്ല. വിഷമം കൊണ്ട് പറയാണ്, മോശായല്ലേ, ജനങ്ങളൊക്കെ പറ്റ മോശായല്ലോ. വഇദാ ഖാല ദാലിക അജബൻ ബിനഫ്സിഹി, ആ ആള് മാത്രം നല്ലവനാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് എന്നാണ് പറയുന്നതെങ്കിൽ, അവിടെയാണ് ഇങ്ങനെ പറയരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അപ്പൊ പിന്നെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങളൊന്നും പിന്നെ പറയാൻ പാടില്ലേ, പ്രസംഗിക്കാൻ പാടില്ലേ, ചർച്ച ചെയ്യാൻ പാടില്ലേ? പാടുണ്ട്. എങ്ങനെ? ഭക്ഷണത്തിന് ഉപ്പെങ്ങനെയാണോ അതുപോലെയാണത്. കുറെ ഉപ്പിട്ടാ ഭക്ഷണം കേടരുത്, തീരെ ഉപ്പിടാണ്ടിരുന്നാൽ തിന്നാനും പറ്റൂല. ആവശ്യത്തിന് കുറച്ചൊക്കെ സൂചിപ്പിക്കുക. എപ്പോഴും ഈ പത്രക്കട്ടിങ്ങും മറ്റേ ഫേസ്ബുക്കിലും വാട്സപ്പിലും വന്ന ന്യൂസും വെച്ചിട്ട് വേറെ പറയാം, അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഉമ്മത്തിന് നിരാശ വന്നു പോകും. നിരാശപ്പെടുത്തരുതെന്ന, നിരാശപ്പെടുത്തുന്ന ആളുകളാണ്, അവരാണ് ഉമ്മത്തിനെ നശിപ്പിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിലേക്കൊരു മടക്കം സാധ്യമല്ല എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധം, പാപമോചനം ചോദിച്ചാൽ പോലും അള്ളാഹു മാപ്പ് തരില്ല എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധം, ഒരു മനുഷ്യന് നന്നാവാൻ ഇനി ഒരവസരവും ഇല്ല എന്ന് തോന്നത്തക്ക വിധം ഒരാളും ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് ഈ ഉമ്മത്ത് നശിച്ചതാണ് എന്ന് പറഞ്ഞു പോവരുത്. അങ്ങനെയാണ്, ഒരു കാര്യമില്ല എന്ന് പറയരുത്. എന്തുകൊണ്ട്? ഒരു തിന്മ ചെയ്ത്, തെറ്റു ചെയ്ത് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ കമല്ലാദംബല, ആ തെറ്റ് ഒരിക്കലും ചെയ്തിട്ടില്ലാത്തവരെ പോലെയാണ് എന്ന് ഹബീബായ നബി തങ്ങളല്ലേ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖവാരിജുകൾ ഈ ഉമ്മത്തിനെ നിരാശപ്പെടുത്തിയവരാണ്. ചെറുദോഷം സംഭവിച്ചാൽ പോലും അവർ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പറഞ്ഞവർ ഈ ഉമ്മത്തിൻ്റെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടുത്തുക മാത്രമല്ല വേണ്ടത്, പ്രതീക്ഷയും നൽകണം. വിശുദ്ധമായ ഖുർആൻ അങ്ങനെയല്ലയോ? നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറയും. അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലയോ? നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബ്ബി ഇബാദി, നബിയേ എൻ്റെ അടിമകളെ ഉണർത്തി കൊടുക്കണമേ, അറിയിച്ചു കൊടുക്കണമേ. അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാനാണ് അല്ലാഹു, ഞാനാണ് നിങ്ങൾക്ക് മാപ്പ് നൽകുന്നവൻ, ഞാനാണ് നിങ്ങൾക്ക് റഹ്മത്ത് തരാൻ കഴിയുന്നവൻ. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷയാണ് വേദനാജനകമായ ശിക്ഷ. അങ്ങനെ അല്ലാഹു പുറത്തു തരുന്നവനാണ്. ഉടനെ പറഞ്ഞു അല്ലാഹു അദാബും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് മൻ അബദല്ലാഹ ബിൽ ഖൗഫി വഹദ ഫഹുവ ഹറൂരിയുൻ, അള്ളാഹുവിനെ പേടിച്ച് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, നിസ്കരിക്കുന്ന അള്ളാഹിനെ പേടിച്ചിട്ട് മാത്രമാണ്, നോമ്പെടുക്കുന്ന പേടി വേറൊന്നുമില്ല, പേടി മാത്രമാണെങ്കിൽ അവരുടെ പേര് ഹറൂരി എന്നാണ്. ആ വിഭാഗം ശരിയായ വിഭാഗമല്ല. ومن عبد الله بالحب وحده
ഫഹുവ സിന്ദീഖുൻ, അറിവില്ലാതെ ജ്ഞാനമില്ലാതെ എന്തോ അന്ധമായൊരു സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അത് നിരീശ്വരവാദത്തിലേക്ക് എത്താനിടയുള്ളതാണ്. വമൻ അബദല്ലാഹ ബിർറജാഇ വഹ്ദഹു ഫഹുവ മുർജിഉൻ, പ്രതീക്ഷ മാത്രം വെച്ചുകൊണ്ടാണ് അല്ലാഹുവിനെ സമീപിക്കുന്നതെങ്കിൽ അവൻ മുർജി വിഭാഗക്കാരനാണ്. എന്നാൽ വമൻ അബദല്ലാഹ ബിൽ ഹുബ്ബി വൽ ഖൗഫി വർ-റജാ ഫദാലിക ഹുവൽ മുഅ്മിനുൽ മുവഹ്ഹിദ്, അല്ലാഹുവിനെ പ്രതീക്ഷയിലും പേടിയിലും സ്നേഹത്തിലും ഇത് മൂന്നും ഒരുമിച്ച് പിടിച്ചുകൊണ്ടാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അവരാണ് ശരിയായ തൗഹീദിന്റെ മുവഹ്ഹിദായ ആൾ, മുവഹ്ഹിദായ മുഅ്മിനെ എന്ന് മുൻഗാമികൾ പറയാൻ കാരണം അതാണ്. പ്രതീക്ഷ വേണം, പേടിയും വേണം, സ്നേഹം വേണം. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ അല്ലാഹുവിനെ സമീപിക്കുന്നത്. മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, വിശുദ്ധമായ ഖുർആൻ സൂറത്തു ശംസിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു ആശയം ഞാൻ പങ്കുവെക്കുകയാണ്. തുടക്കത്തിൽ ഞാൻ അതാണ് ഓതിയത്, സൂറത്തു ശംസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വശംസി വദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. ലോകത്തെ ഏറ്റവും സ്പീഡുള്ള സാധനം ഏതാ? സൂര്യപ്രകാശമാണ്. ഏറ്റവും വേഗതയുള്ള സാധനം, ഏറ്റവും വേഗതയുള്ളത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയുള്ളത് ഏതാ? സൂര്യപ്രകാശം. സഞ്ചരിക്കുന്ന സാധനമാണ്. 8 മിനിറ്റും 14 സെക്കൻഡ് എടുക്കും സൂര്യനിൽ നിന്നൊരു പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ. 8 മിനിറ്റും 14 സെക്കൻഡും. വേഗത സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അപ്പോൾ 8 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും? 14 സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ഓടും? സെക്കൻഡിൽ 3 ലക്ഷം. അങ്ങനെ 8 മിനിറ്റും 14 സെക്കൻഡും ഓടിയാലേ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശത്തുള്ളൂ. സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. അല്ലാഹു സത്യം ചെയ്യുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കിയില്ല ഇത്ര വലിയ അത്ഭുതമുള്ള സാധനമാണ് അല്ലേ. സൂര്യപ്രകാശത്തെക്കാളും വേഗതയിൽ ഒരു സാധനം സഞ്ചരിച്ചാൽ പിന്നെ ആ സാധനത്തിൻ്റെ മാസ് എന്ന് പറയുന്ന അതിൻ്റെ ആ സാധനം ഉണ്ടാവില്ല എന്ന്, അത് പിന്നെ എനർജി ആയിട്ട് മാറുന്നതാണ്. കാരണം ഇത് മാക്സിമമാണ്. ഇതിൻ്റെ 4/1000 പോലും ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ അതൊന്നും എത്തിയിട്ടില്ല എന്ന്. എന്ത് ബുള്ളറ്റ് ട്രെയിനും എന്ത് ഫ്ലൈറ്റ് ആണെങ്കിലും സൂര്യപ്രകാശത്തിൻ്റെ 100-1 വേഗതയിലേക്ക് പോലും എത്താൻ പറ്റില്ല. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ, മണിക്കൂറിലല്ല, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. മൈലാകുമ്പോൾ ഇച്ചിരി കുറയും. വശംസി വദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം. വദുഹാഹാ, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. അള്ളാഹു സത്യം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ മഹാത്ഭുതങ്ങളെ കാണിച്ചു തന്നുകൊണ്ടാണ്. അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിലെ ഏറ്റവും ചെറുതുപോലും വലിയ മഹാത്ഭുതമാണ്, അത് വേറെ വിഷയം. ഏറ്റവും ചെറുത് ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ. അള്ളാഹുവിന് ഒരു കൊതുകിനെ ഉദാഹരണമായി പറയാൻ അള്ളാഹ്ക്ക് മടിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹിന്റെ മഹത്വം പറയുമ്പോൾ ഒരു കൊതുകിനെ പറയാൻ അള്ളാഹുവിന് മടിയില്ല. എന്താ പറഞ്ഞത്? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആനക്കുള്ള ആനന്റെ ദേഹത്തുള്ള സർവ്വ അവയവവും ഒരു കൊതുകിന്റെ ദേഹത്തുണ്ടെന്ന. പുറമെ ആനക്കില്ലാത്ത 4 ചിറകുണ്ട് കൊതുകിന്, അല്ലേ? തുമ്പിക്കൈണ്ട്. ആനക്ക് ചോര കുടിക്കാനൊന്നും പറ്റൂല, പിടിച്ച് വലിച്ചെറിയാനൊക്കെ വഴിയുള്ളൂ. കൊതുകിന് എവിടെയാണ് ചോര ഓടുന്ന ഞരമ്പെന്ന് സെൻസ് ചെയ്ത് മണത്ത് അവിടെ ഇഞ്ചെക്ട് ചെയ്യും. നമ്മൾ ബ്ലഡ് കൊടുക്കാൻ പോയാലേ ചില നേഴ്സുമാരുണ്ട് കുത്തി നോക്കൽ, ശരിയായില്ല, പുറത്തൊന്ന് കുത്തി, പിന്നെ നമുക്ക് ദേഷ്യം വരും. ഈ പണിയൊന്നും പഠിച്ചിട്ട് ഇരുന്നാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. കൊതുക് അങ്ങനെയല്ല, കുത്തുന്നത് കറക്റ്റാണ്. അപ്പോൾ ഒരു കറക്റ്റ് രക്തം കുറച്ച് കുടിച്ച് വേറെ നിറഞ്ഞാൽ നമ്മൾ അറിയേ പോലുള്ളൂ. നമ്മെ അറിയാത്ത വിധം കുത്താനുള്ള ചെറിയ എൻസൈം പോലും അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതിന്. അതുകൊണ്ടാണ് മഹാന്മാർ പറയണത്, അള്ളാഹു കൊതുകിനെ ഉദാഹരണം പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട, കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ എന്താ അള്ളാഹ് പറയാത്തത്? വലിയൊരു സാധനമാണോ? മുമ്പൊക്കെ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു റൂമിൻ്റെ അത്ര വലുപ്പമുണ്ടായിരുന്നു. കണ്ടിട്ടില്ല? കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചുള്ള ചില നോട്ട്സൊക്കെ കാണും. ഒരു റൂമിൻ്റെ അത്ര വലുപ്പമുണ്ടായിരുന്നു പണ്ടത്തെ കമ്പ്യൂട്ടർ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഇതൊരു കമ്പ്യൂട്ടറാണ്.
അപ്പം വലുതിനാണോ സ്ഥാനം ഈ ചെറുതിനാണോ? ചെറുതിനാണ്. അതുകൊണ്ട് അള്ളാഹ് കൊതുകിന് ഉദാഹരണം പറയാൻ അള്ളാഹ്ക്ക് മടിയില്ല. എന്തേ? കൊതുകിൻ്റെ ദേഹത്തുള്ള ബ്രെയിന് കൊടുത്തു, കണ്ണ് കൊടുത്തു, മൂക്ക് കൊടുത്തു, തുമ്പിക്കൈ കൊടുത്തു, കാല് കൊടുത്തു, ചിറകും കൊടുത്തു. ചെറുകൊടലും വൻകൊടലും ഒക്കെ അതിനുണ്ട്. ഇതൊക്കെ ചെറിയ സാധനത്തിനുള്ളിൽ കൊടുത്തില്ലേ അള്ളാഹു? നമ്മളെ കൊണ്ട് കഴിയുമോ ഇതൊക്കെ? നിങ്ങൾ അടിക്കാൻ പോകുമ്പോൾ കൊതുക് ഓടുന്നുണ്ട്, അടി കൊള്ളുന്ന മൂപ്പർക്ക് ബ്രെയിനുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്, കാഴ്ചയുണ്ട്, സ്മെല്ല് ചെയ്ത് ചില ശരീരങ്ങളിൽ പ്രത്യേകം വന്നിരിക്കും, അവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യും, ചില ശരീരങ്ങളിലെ ബ്ലഡ് അവർക്ക് ഇഷ്ടമാവും. ഇതൊക്കെ അള്ളാഹു ഒരു ചെറിയ സാധനത്തിന് കൊടുത്തില്ലേ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉദാഹരണം പറയുമ്പോൾ വലിയ വലിയ സാധനങ്ങൾ തന്നെ പറയണമെന്നില്ല. ഏത് ചെറുതും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ വലിയ വലിയ ഉദാഹരണങ്ങളാണ്. സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹാ, സൂര്യൻ അസ്തമിക്കുമ്പോൾ, ഭൂമിയിലാകെ ഇരുള് പരക്കുമ്പോൾ, സൂര്യാസ്തമയത്തിന് ശേഷം വെളിച്ചം തരാൻ വേണ്ടി അസ്തമയത്തെ തുടർന്ന് വരുന്ന ചന്ദ്രന്റെ പ്രഭയെ തന്നെയാണ് സത്യം. നോക്കണം, അല്ലാഹു സൂര്യൻ എന്ന വലിയ ടോർച്ച് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു വെളിച്ചം പിന്നെയും കൊടുക്കും. കാരണം എപ്പോഴും വീട്ടിലെത്താത്തവരുണ്ടാവും, അവർക്ക് വഴി കാണണം. സ്ട്രീറ്റ് ലൈറ്റൊക്കെ എപ്പോഴല്ലേ വന്നിട്ടുള്ളൂ. വന്നഹാരി ഇദാ ജല്ലാഹാ, പ്രപഞ്ചത്തിലെ സർവ്വതും കാണത്തക്ക വിധം പ്രപഞ്ചത്തിന് അല്ലാഹു പ്രഭാതം കൊണ്ട് വെളിച്ചം നൽകുന്നവനാണ്. ആ വെളിച്ചം നൽകുന്ന അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇപ്പം നമ്മുടെ ചെറിയ ഫ്ലഡ് ലൈറ്റുകളെ പോലെ വലിയ ലൈറ്റുകൾ ഇവിടെ ഉണ്ട് അല്ലേ? ഇനി ഒരു 1000 ലൈറ്റ് ഇവിടെ ഫിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. എന്നാലും ചെറിയ മാളങ്ങളും പൊത്തുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും വെളിച്ചം കിട്ടൂല. ഇപ്പം ഇവിടെ ഭയങ്കര ലൈറ്റ് ഉണ്ട്. ഇപ്പം നേരെ ബാക്കിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ, ആ ചെടികൾ ചുറ്റിൻ്റെ ഉള്ളിൽ ഇത് നമ്മൾ കാണുന്നില്ല. എന്തേ? അങ്ങോട്ട് വെളിച്ചെത്തുന്നില്ല. അള്ളാഹിൻ്റെ വെളിച്ചം തീർന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന വെളിച്ചം നമ്മൾ കത്തിച്ചു വെക്കും. പക്ഷെ അതൊരിക്കലും അള്ളാഹിൻ്റെ വെളിച്ചത്തിനോട് എത്തുന്നില്ല. സൂര്യപ്രകാശം അങ്ങ് വന്നു തുടങ്ങിയാൽ എല്ലായിടത്തും മാളത്തിലും പൊത്തിലും ഗുഹയിലൊക്കെ വെളിച്ചെത്തിയില്ലേ? മനുഷ്യനിത് ചെയ്യണമെങ്കിൽ എത്ര കത്തിക്കണം? വന്നഹാരി ഇദാ ജല്ലാഹാ, ഭൂമിയെ, പ്രപഞ്ചത്തെ തെളിമയാർന്ന വെളിച്ചം കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് തെളിയിച്ചു തരുന്നില്ലയോ? ആ റബ്ബിന്റെ വലിയ സൃഷ്ടിയല്ലയോ പകൽ എന്ന് പറയുന്നത്? ആ പകലിനെ തന്നെയാണ് സത്യം. സത്യം ചെയ്യാണല്ലോ. ഇനി എന്താ പറയാൻ പോണ വിഷയം? അതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. വല്ലൈലി ഇദാ യഗ്ഷാഹാ, രാത്രിയെ തന്നെയാണ് സത്യം. അല്ലാഹു ഭൂമിയെ ഇരുളുകൊണ്ട് മൂടുകയാണ് ചെയ്യുന്നത്. ഒരു കവറിട്ടും ബ്ലാങ്കറ്റിട്ട് മൂടിയ പോലെ ഇരുട്ടാണ്, കാണുന്നില്ല. പുതപ്പിനുള്ളിലാ, കാണുന്നില്ല എന്ന് പറയുന്ന പോലെ. ഇരുളെന്ന പുതപ്പ് പോലെയല്ലയോ ഓരോ രാത്രിയും കടന്നു പോകുന്നത്? ഓരോ ദിവസവും സൂര്യാസ്തമയവും സൂര്യോദയവും നടക്കുമ്പോൾ എൻ്റെ കൊച്ചുമക്കളെ, വിദ്യാർത്ഥിനികളെ, നമ്മൾ ആലോചിക്കാറുണ്ടോ? അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ വലിയൊരു അത്ഭുതമാണ് നമ്മെ തലോടിക്കൊണ്ടിരിക്കുന്നത്, പകലും രാത്രിയും. വല്ലൈലി ഇദാ യഗ്ഷാഹാ വസ്സമാഇ വമാ ബനാഹാ, ആകാശലോകങ്ങളെ തന്നെയാണ് സത്യം. ആരാണോ അവരെ സൃഷ്ടിച്ചത്? ആ റബ്ബിനെ തന്നെ. മേലോട്ട് നോക്കിയാൽ നമ്മുടെ കണ്ണിന് പോലും കാണാൻ കഴിയാത്ത ദൂരങ്ങളിൽ കിടക്കുന്ന എത്രയോ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, നെബുലകളുണ്ട്, എത്രയോ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുണ്ട്. നമ്മൾ നീല നിറം കാണും, അത് ആകാശമല്ലല്ലോ. പ്രകാശത്തിന് വികിരണം സംഭവിക്കുക എന്നാ പറയാ അല്ലേ? എന്താ ഫ്രാക്ഷൻ എന്ന് പറയല്? പ്രപഞ്ചം എന്ന് പറയുന്നത് സമാ, ഭൂമിയുടെ ഏത് ഭാഗത്ത് പോയാലും, നമ്മൾ ഭൂമിൻ്റെ ഈ സൈഡിലാണ്, നമ്മൾ നേരെ താഴെ സൈഡിലാണ് അമേരിക്കക്കാരുണ്ടാവുക, കനേഡിയൻസ് ഉണ്ടാവുക, അവർക്കും ആകാശം തന്നെയാണ്. നമ്മളിങ്ങനെ എയറിൽ നിൽക്കുക. ശരിക്കും ഒരു പന്ത് ഇങ്ങനെ ഈ എയറിൽ വെച്ചാൽ അതിൻ്റെ മേലും താഴെയൊക്കെ അവർക്ക് കാണുന്ന പോലെ ചുറ്റും ആകാശമാണ്, താഴെ മേലൊക്കെ ആകാശമാണ്. ആകാശം എന്ന് അല്ലാഹു പറയുന്നത് മാ സമാ വഅല, മനുഷ്യന്റെ ഉന്നതങ്ങളിൽ കിടക്കുന്നതെല്ലാം ആകാശലോകങ്ങളാണ്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയാണ് അല്ലാഹു പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത്.
ആ സൃഷ്ടിച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ ഭൂമി എന്നത് പ്രപഞ്ചത്തിലെ അള്ളാഹുവിൻ്റെ ഗ്രഹങ്ങളിലേക്ക് നോക്കിയാൽ വളരെ ചെറിയ ഒരു പൊടിയുടെ അത്രയേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ മറ്റു ഗ്രഹങ്ങളെ നോക്കിയാൽ, മറ്റു നക്ഷത്രങ്ങളെ നോക്കിയാൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് വളരെ ചെറിയ സാധനം. നിങ്ങളിപ്പോൾ എയറിലാണ് നിൽക്കുന്നത്, വല്ല ബോധമുണ്ടോ? ഒരു മുട്ട് പോലും കൊടുക്കാതെ ഭൂമി കറങ്ങണത് അങ്ങ് ആലോചിച്ചാണ്ടല്ലോ പെരീന്ന് പുറത്തിറങ്ങൂല. എയറിലായി തിരിയണത് ഈ സാധനം, മുട്ടുകൊടുത്തിട്ടില്ല. ഗ്രാവിറ്റി കൊണ്ട് മാത്രമാണ്, ആകർഷണ ബലം, ഗ്രാവിറ്റി, പുഷ് ആൻഡ് പുൾ. അടുത്തുള്ള ഗ്രഹം ഇങ്ങോട്ട് വലിക്കും, ഭൂമി അതിനിങ്ങോട്ടും വലിക്കും. അപ്പോൾ രണ്ടും ഇങ്ങനെ ബാലൻസിൽ നിൽക്കും. ഒന്ന് തള്ളുന്നു, ഒന്ന് വലിക്കുന്നു. ഇത് ചുറ്റും ഉണ്ടാവുമ്പോൾ അതിനിടക്കുള്ളത് ഇങ്ങനെ ബാലൻസിൽ നിൽക്കുകയാണെന്നാണ്. അതുകൊണ്ടാണ് ആകാശലോകങ്ങളെ കാണുന്നില്ലയോ, ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില തൂണുകൾ അല്ലാഹു വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ കണ്ണിന് കാണാൻ പറ്റാത്ത തൂണുകളാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്, ജാദിബിയ, ഗ്രാവിറ്റി. ആകാശലോകങ്ങളെ തന്നെയാണ് സത്യം. വമാ ബനാഹാ, ആ ആകാശലോകങ്ങളിലെ നെബുലകളെയും മീറ്റിയേഴ്സിനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും പടച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇതൊക്കെ വെറുതെ ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? വൽഅർള വമാ തുഹാഹാ, ഭൂമിയെ തന്നെയാണ് സത്യം. ആ ഭൂമിയെ ആരാണോ പരന്നതുപോലെ നിങ്ങൾക്ക് സംവിധാനിച്ചത്, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഭൂമി പരന്നതായിട്ടാണ് തോന്നുക, പക്ഷെ സംഗതി ഉരുണ്ടതാണ്. ഉരുണ്ട ഒരു സാധനത്തുമ്പോ എങ്ങനെ അള്ളാഹു വെള്ളമൊക്കെ വെച്ചത് ആലോചിച്ച് നോക്കി. ഒരു ഉരുണ്ട സാധനത്തുമ്പോ വെള്ളം വെച്ചാൽ വെള്ളം താഴേക്ക് വരില്ലേ? രാമന്തളിയിൽ കടലുണ്ടോ? ബീച്ചുണ്ടോ? ഭൂമി ഉരുണ്ടതാണ്. അപ്പോൾ ആ വെള്ളം ഒന്നാകേണ്ട മലക്കം മറിഞ്ഞ് രാമന്തലിയെ മൊത്തം മുക്കിക്കളയുന്നുണ്ടോ? അവിടെ ബീച്ചിലവിടെ എൻ്റെ വീണത്. പിന്നെ വല്ല ഹൈ ടൈഡും ലോ ടൈഡും വരുമ്പോൾ വെള്ളത്തിൻ്റെ ലെവലിൽ വേരിയേഷൻ കാണുന്നു എന്നല്ലാതെ ഈ ഉരുണ്ട് കിടക്കുന്ന ഈ സാധനത്തെ അള്ളാഹു പരന്നതുപോലല്ലേ വെച്ചെന്നത്. ഇത് വലിയൊരു അത്ഭുതമല്ലേ? ഉരുണ്ടതിനെ പരത്തിത്തരുന്നതാണ് അത്ഭുതം. എന്നാൽ ഭൂമി ഉരുണ്ടിട്ടാണ് താനും. അത് ഖുർആൻ പലയിടങ്ങളിൽ സൂചിപ്പിച്ചു, ഭൂമി ഉരുണ്ടതാണ്. വൽഅർള വമാ തുഹാഹാ, ഭൂമിയെ തന്നെയാണ് സത്യം, മണ്ണിനെ തന്നെയാണ് സത്യം, കരയെ തന്നെയാണ് സത്യം, കടലിനെ തന്നെയാണ് സത്യം. ആരാണോ ഭൂമിയെ ഉരുണ്ടതായിരുന്നിട്ട് പോലും നിങ്ങൾക്ക് പരത്തി തന്നിരിക്കുന്നത്, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഒക്കെ ചിന്തിക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് പറയുന്നു, നോക്കൂ, വനഫ്സിൻ വമാ സവ്വാഹാ, മനുഷ്യ ശരീരത്തെ തന്നെയാണ് സത്യം. ആരാണോ ആ ശരീരത്തെ കൃത്യമായ പ്രൊപ്പോർഷനിൽ പടച്ചത്, ആ റബ്ബിനെ തന്നെയാണ് സത്യം. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ചെറുപ്പക്കാരുണ്ട്, കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. നല്ല യുവാക്കൾ, മാഷാ അല്ലാഹ്. അവരൊക്കെ എവിടെയെങ്കിലും പോയിരിക്കുന്നതിന് പകരം ഇൽമിൻ്റെ മജ്ലിസിൽ വന്നിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമാവുന്നു. അൽഹംദുലില്ലാഹ്. ഈ ഒരു നന്മ അല്ലാഹു നിലനിർത്തി തരട്ടെ. എന്തായാലും ഇനിയിപ്പോൾ എന്ത് തന്നെ നിയ്യത്താണെങ്കിലും അവിടെ ഒരു വന്നിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ബറക്കത്ത് കിട്ടും തീർച്ചയാണ്. ഓരോ ശരീരവും പെർഫെക്റ്റ് ആണെന്ന, ഒരു കാലിന് ഒരു അരഞ്ച് വ്യത്യാസം ഓരോ മനുഷ്യർക്കും വന്നാൽ മനുഷ്യന്മാരെ നടക്കണ കാണാൻ വല്ല ചുരുക്കമുണ്ടാവുമോ? ഒരു കാലിഞ്ചിൻ്റെ വ്യത്യാസം വന്നു, ഒരു കാലും മറ്റേ കാലും തമ്മിൽ. നമ്മുടെ വിരലുകളുടെ കൃത്യമായ ഒരു കൈയിൻ്റെ വിരൽ നല്ല നീളമുണ്ട്, അടുത്ത കൈ കുറച്ച് ചെറുതാണ്, നല്ല കോലം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു കണ്ണിൻ്റെ നീളമാണ് രണ്ട് കണ്ണിൻ്റെയും ഇടയിലുള്ള സ്ഥലം. കണ്ണിൻ്റെയും മറ്റേ കണ്ണിൻ്റെ ഇടയിലുള്ള സ്ഥലം ഒരു കണ്ണിൻ്റെ അതേ വലുപ്പമായിരിക്കും ഉണ്ടാവുക. നമ്മളാണ് ആൾ നോക്കി വീട്ടിൽ പോയതിന് ശേഷം. മനുഷ്യൻ്റെ കൈകാലുകൾ, നമ്മുടെ വിരലുകൾ, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, കണ്ണുകൾ, നമ്മുടെ തല, നമ്മുടെ കഴുത്ത് എല്ലാം അല്ലാഹു കൃത്യമായ പ്രൊപ്പോർഷനിലാണ് പടച്ചത് എന്ന് റബ്ബ് തആല വമാ സവ്വാഹാ, എല്ലാം ഒരുപോലെ. അതുകൊണ്ടാണ് ഒരു മെഡിസിൻ കാനഡയിൽ കണ്ടുപിടിച്ച ഒരു മെഡിസിൻ രാമന്തളിയിൽ ഒരു രോഗിക്ക് കൊണ്ടുപോയി കൊടുത്താൽ ആ മരുന്നുകൊണ്ട് ഗുണമുണ്ടാവും. എന്തേ? സംഗതി ഇത് ഉണ്ടാക്കിയ ഫാക്ടറി ഒന്നാണ്, അപ്പോൾ ആ സാധനം ഒന്നാണ്. പിന്നെ എന്നല്ലാതെ ഈ നഫ്സ് ഉണ്ടാക്കിയത് വേറെ ഏതോ പഠിച്ചവനാണ്, മറ്റേ നഫ്സ് ഉണ്ടാക്കിയത് വേറെ ഏതോ പഠിച്ചവൻ. അപ്പോൾ ഓരോ ശരീരത്തിന് പിന്നെ ഓരോ മരുന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഇതിൻ്റെ ആവശ്യമില്ല. ശരീരങ്ങൾ എല്ലാം ഒരുപോലെയാണ്.
അവിടുന്ന് ഹാർട്ടിന് മരുന്ന് കണ്ടുപിടിച്ചാൽ ഇവിടെ ഹാർട്ട് പേഷ്യൻ്റായ ഒരു രോഗിക്ക് ആ മരുന്ന് കൊടുത്താൽ മതി, ഫലിക്കും. എന്തേ? സൃഷ്ടിപ്പ് ചെയ്തത് ഒരുവനാണ്. അള്ളാന്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കാൻ അത് മാത്രം മതി. ഇത് ഒരാളാ ചെയ്തത്. ആരാണോ മനുഷ്യ ശരീരത്തെ കൃത്യമായ പ്രൊപ്പോർഷനിൽ പടച്ചിരിക്കുന്നത്, ആ മുബ്ദിആയ, ഫാഷനറായ, ഡിസൈനറായ, ക്രിയേറ്ററായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇതൊക്കെ ഭയങ്കരമായ വിഷയങ്ങളാണ്. ഓരോന്നെടുത്ത് ചർച്ച ചെയ്യാൻ മാത്രമുണ്ട്. എന്താ അള്ളാഹു പറയുന്നത്? ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ഏതൊരു പടച്ചവനാണോ ഓരോ ശരീരത്തിനും നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്തത്, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇനി പറയാൻ പോകുന്ന 9ാമത്തെ ആയത്താണ് ഇവിടെ വിഷയം. ഇതുവരെ സത്യം ചെയ്യാം. ഓരോ ശരീരത്തിനും നന്മയും തിന്മയും അറിയാം. ചെറിയ കുട്ടിക്കറിയാം വസ്ത്രം അഴിച്ച് നടക്കാൻ പാടില്ല. അപ്പം ആരെങ്കിലും വിരുന്നേര് വന്നാലെങ്കിലും കുട്ടി എന്ത് വേഗം ഓടിയിട്ട് വാതിലിൻ്റെ മറവിലെങ്കിലും പോയി ഒളിച്ചിരിക്കും. അതുവരെ ACDC ആയിട്ട് നടക്കുകയാണെങ്കിലും ഒരു ആള് വീട്ടിലേക്ക് വന്ന ആ കുട്ടി ഓടി മറയും. ഉമ്മാ ട്രൗസർ തിരിയെന്ന് പറഞ്ഞിട്ട്. എന്തേ? കുട്ടിക്ക് മനസ്സിലായി ഇത് അന്യ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന സംഗതി അല്ല എന്ന്. എവിടുന്ന്? ആര് പഠിപ്പിച്ചു കുട്ടിയെ? ആര് പഠിപ്പിച്ചു? കുട്ടികൾക്ക് പേടിയുണ്ട്. എന്തെങ്കിലും, ഞാനിപ്പോൾ ഇന്നലെ രാത്രി 8:30 കോഴിക്കോട് ഇറങ്ങുന്നത്. അപ്പോൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പടപടപടാന്ന് സൗണ്ട് ഉണ്ടാവുമല്ലോ ചില ആ സമയം. അപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടി ഭയങ്കര കരച്ചിൽ കരഞ്ഞു. ചെറിയ മോൻ, ഒരു വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഒരു തോളിലും കിടക്കുകയായിരുന്നു. ഞാൻ സെക്കൻഡ് റോയിലാണ്. അപ്പോൾ ആ കുട്ടി ഭയങ്കര കരച്ചിൽ. കുട്ടി ഉറങ്ങിയിരുന്നു. പക്ഷെ പെട്ടെന്ന് ലാൻഡ് ചെയ്ത സൗണ്ടിൽ പേടിച്ചു പോയി. എന്തിനാ ഈ കുട്ടികൾ പേടിക്കണമെന്ന് അറിയോ? അവർക്കറിയാം അവരുടെ ജീവന് ഭീഷണി എവിടുന്നോ വരുന്നുണ്ട്. ഞാൻ മരിക്കും, എനിക്കെന്തോ അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് ഞാൻ വിളിച്ചു പറയാൻ. അതാണ് ആ കരച്ചിലിൻ്റെ അർത്ഥം. ഒരു വെടിപൊട്ടിയ കുട്ടി കരയും. എന്തേ? എനിക്ക് പേടിയാവുന്നു. എന്ത്? അത് എന്നെ ബാധിക്കുമോ? എൻ്റെ ജീവനെ എടുക്കുമോ? കുട്ടികൾ പേടിക്കുന്നുണ്ട്. ആരാണ് കൊച്ചുമക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തത്? മരണമുണ്ടെന്നോ അപകടം വരുമെന്നോ കുട്ടിക്കാരെയും പറഞ്ഞു കൊടുത്തിട്ടാ? അല്ല, മനുഷ്യ പ്രകൃതത്തിൽ അള്ളാഹു ചെയ്തു വെച്ചതാണ്. അതുപോലെ നന്മയും തിന്മയും എല്ലാവർക്കും അറിയാം. അതിന്റെ ബേസിക്. നുണ പറയുന്നത് തെറ്റാണ്, മോഷണം ചെയ്യുന്നത് മോശമാണ്, എല്ലാവർക്കും അറിയില്ലേ? അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ മതങ്ങളില്ലാത്ത എത്രയോ രാജ്യങ്ങളുണ്ട്. അവിടെയൊന്നും കോർട്ടുകൾ ഉണ്ടാവാൻ പാടില്ല, കോടതികൾ പാടില്ല. എന്തേ? കോടതി വിധി പറയും സ്റ്റീലിംഗ് ഈസ് ബാഡ്, അതൊരു ക്രൈമാണ്, അതൊരു തെറ്റാണ്. എവിടുന്ന് ലോകത്തിന് മനസ്സിലായി മയക്കുമരുന്ന്, ലഹരി എന്നത് മോശമാണ്, വ്യഭിചാരം തെറ്റാണ്, മോഷണം കുറ്റമാണ്, കൊലപാതകം ഒരു പാതകമാണ്? ഇതൊക്കെ ആര് പഠിപ്പിച്ചു കൊടുത്തു? മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു വെച്ചു കൊടുത്തതാണ്. അതാണ് സൂറത്തു ശംസിലെ 8ാമത്തെ ആയത്ത് പറയുന്നത്, ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ഏതാണ് നന്മ, ഏതാണ് തിന്മയെന്ന് എല്ലാ ശരീരങ്ങൾക്കും, അത് മുസ്ലിമാവട്ടെ അല്ലാത്തതാവട്ടെ, സർവ മനുഷ്യർക്കും നന്മ തിന്മയുടെ ബോധനം നൽകിയ പടച്ചവനാരോ ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. 8 ആയത്തുകൾ സത്യം ചെയ്തു പറയാം. ഇനി പറയുന്ന 9ാമത്തെ ആയത്താണ് ഇവിടുത്തെ വിഷയം. ആ വിഷയത്തിനുള്ള ആമുഖമാണ് ഈ 8 ആയത്തുകളിൽ സത്യം ചെയ്തു പറഞ്ഞത്. എന്താണ് പറയുന്നത്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആരാണോ ആ ശരീരത്തെ സംസ്കരിച്ചെടുക്കുന്നത്, ശുദ്ധിയാക്കി എടുക്കുന്നത്, അവരാണ് വിജയിക്കുന്നത്. ശരീരം പറയുന്നതെല്ലാം ചെയ്യാനുള്ളതല്ല. ഇത് കുട്ടികൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് ഇന്ന് മൊറാലിറ്റിയുടെ ചില കോഡ് ഓഫ് കണ്ടക്റ്റ് അറിയില്ല. ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ ഉണ്ട്. എന്തിന്? അതെനിക്ക് ഐ ലവ് ദാറ്റ്, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇറ്റ്സ് മൈ ഫ്രീഡം, ഇറ്റ്സ് മൈ ചോയ്സ്, വൈ ഷുഡ് യു ബി ബോതേർഡ് അബൌട്ട് ഇറ്റ്? ഇങ്ങനെയൊക്കെ ചോദിക്കുക. നിങ്ങൾക്ക് എന്താ കുഴപ്പമൊന്നും? എൻ്റെ ഇഷ്ടമല്ലേ, എനിക്കത് ഇഷ്ടമാണ്, ഞാനത് ചെയ്യുന്നു. എന്നാൽ മനുഷ്യ ശരീരം എന്നത് മനുഷ്യന്റെ തന്നെ ആദ്യത്തെ ശത്രുവാണെന്നും, നിങ്ങളെ അള്ളാഹുവിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങളുടെ ശരീരം തന്നെയാണ് ആദ്യം പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ശരീരം ഇഷ്ടപ്പെടുന്നത് ചെയ്യുക എന്നത് അതല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. പിന്നെയോ, എൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടം എൻ്റെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? എൻ്റെ പടച്ചുറബിൻ്റെ ഇഷ്ടമാണോ അതേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ലഹരി ശരീരത്തിന് ഇഷ്ടമാണ്, വ്യഭിചാരം, കള്ളുകുടി, തോന്നിയാസം ചെയ്യുന്നത്, ഇങ്ങനെ അന്തം വിട്ട് നടക്കുന്നത്,
ഇതൊക്കെ ശരീരത്തിന് ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റുമോ? ഒരാൾക്ക് ഇഷ്ടമാണ്, ഇപ്പോൾ ഒരാൾ അടിക്കണത് ഇഷ്ടമാണെന്ന് വിചാരിക്കുക, അവൾക്ക് എപ്പോഴും കൈകിരിക്കും. അങ്ങനെ എല്ലാവരും അടിക്കാൻ നിന്നാൽ അങ്ങോട്ട് തിരിച്ചു കിട്ടൂലേ? ശരിയാണോ? ചെയ്യാൻ പാടുണ്ടോ? സ്വർഗഭോഗ രോഗികൾ ജീവിക്കുന്ന കാലം, അവർക്കും സംഘടനകളൊക്കെ മുമ്പൊന്നും അതൊക്കെ ഒരു ന്യൂനതയായി, ഒരു മറച്ചു പിടിക്കേണ്ട ഒരു അസുഖം പോലെ കണ്ടിരുന്ന കാലം ഉണ്ടായി. അപ്പം അങ്ങനെ ഒക്കെ ഭയങ്കര തുറന്നടിച്ച് എല്ലാവരും വലിയ വലിയ മസാല ഇപ്പോൾ അതാ ചോദിക്കുക, ഉസ്താദന്മാരോട് ചോദിക്കുന്ന മസാല. അപ്പം ഇങ്ങനെ ഗെയ്സ് ആൻഡ് ലെസ്ബിയൻസ് അവരുടെ കാര്യത്തിൽ എന്തായിരിക്കും മസാല? അവരെങ്ങനെ ആണിൻ്റെ വേഷമാണോ ധരിക്കേണ്ടത്, പെണ്ണിൻ്റേതാണോ ധരിക്കേണ്ടത്, അവരെങ്ങനെയാണ് ഒതുർക്കേണ്ടത്, എങ്ങനെയാണ് ഹിജാബ് ധരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് സംശയങ്ങൾ. ഓക്കെ, ഒന്നും കുഴപ്പമില്ല. സംശയം ചോദിച്ചു പഠിക്കാനാണെങ്കിൽ അറിയാത്തത് ചോദിച്ചു പഠിക്കൽ തന്നെയാണ് അതിൻ്റെ മാർഗം, ശരി തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് അതിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ന്യായീകരിക്കുക, ഹോമോസെക്ഷുവാലിറ്റിയെ ന്യായീകരിക്കുക. എന്തേ? അവന് പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, അവൻ ആണുങ്ങളോടാണ് ഇഷ്ടം, അപ്പം പിന്നെ അതിനെന്താ കുഴപ്പം? ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരാളെ പറ്റി ഞാൻ ചോദിക്കട്ടെ അങ്ങോട്ട്, അവന് എല്ലാ പെണ്ണുങ്ങളെയും കാണുമ്പോൾ ഈ അസുഖമുണ്ട്, എന്നാൽ പിന്നെ അവനെ ചെയ്യാൻ വിടാൻ പറ്റുമോ? അതിനുത്തരം പറയും, ഇല്ല. എന്തുകൊണ്ട് പറ്റൂല? ശർഇന്റെ നിയമം അത് നമ്മൾ അനുവദിക്കുന്നില്ല. ഖലാസ്, അതന്നെ. നമുക്ക് തോന്നുന്നുണ്ട് ചെയ്യാൻ പറ്റുമോ? ഒരാൾക്ക് അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, നാച്ചുറൽ ഇൻക്ലിനേഷൻ. ശരി, അതിനെ നിയന്ത്രിക്കണമെന്നാ ശറ പറയാം. അന്യ പെണ്ണുങ്ങളെ കാണുമ്പോഴൊക്കെ അവർ പിന്നാലെ പോകണമെന്ന് ഒരുത്തരം തോന്നുന്നുണ്ട്, അവൻ്റെ നാച്ചുറൽ ഇൻക്ലിനേഷൻ അങ്ങനെയാ എന്ന് വിചാരിച്ച് അവന് അത് ചെയ്യാൻ പറ്റുമോ? തെറ്റല്ലേ, കുറ്റമല്ലേ, ഹറാമല്ലേ അത്? അവനെന്ത് ചെയ്യണം? അവൻ്റെ ആഗ്രഹത്തെ നിയന്ത്രിക്കണം. ഹലാലായിട്ട് വിവാഹം ചെയ്തവൻ ജീവിക്കുന്നു, അതാണ് അതിൻ്റെ പരിഹാരം. ഇപ്പൊ ജനനേന്ദ്രിയം ഏതോ അതാണൊരു മനുഷ്യൻ. ആണിൻ്റെ ജനനേന്ദ്രിയമാക്കാൻ ലുക്കിൽ പെണ്ണാണ്, പക്ഷേ വേഷവിധാനമാണെങ്കിൽ പെണ്ണിൻ്റെ ധരിക്കേണ്ടി വരും. പക്ഷെ അവൻ ആണാണെങ്കിൽ ആണിൻ്റെ നിയമമാണ് അവൻ. അനന്തരാവകാശ നിയമമടക്കം ആച്ചിൽ മാലലിൽ മബാൽ എന്ന് പറയും. ആണും പെണ്ണുമായിട്ട് അള്ളാഹു പടച്ചത്. പക്ഷെ ചിലർക്ക് ചില ശാരീരിക വൈകല്യങ്ങൾ അള്ളാഹു കൊടുക്കുന്നുണ്ട്. അതൊരു പരീക്ഷണമാണ്. കയ്യും കണ്ണും കാതില്ലാത്ത മനുഷ്യന്മാർ ലോകത്ത് ജീവിക്കുന്നില്ലേ? അവരെന്ത് ചെയ്യും? അതൊക്കെ ആഘോഷിക്കല. പറ്റുന്ന ചികിത്സകൾ ചെയ്യട്ടെ, അതിനെ മറച്ചു പിടിക്കാൻ പറ്റുന്ന സർജറികൾ ചെയ്തോട്ടെ, അതിന് കുഴപ്പമില്ല. ഒരു ന്യൂനതയെ മറച്ചു പിടിക്കാൻ ചെയ്യാം. പക്ഷെ ഇന്നതല്ല, ന്യൂനതകളെ സെലിബ്രേറ്റ് ചെയ്യാൻ. അവിടെയാണ് ഞാൻ ഇടപെടുന്നത്. ഞാൻ മുസ്ലിം ഉമ്മത്തിനോടാണ് പറയണത്, ഈ സ്വതന്ത്രവാദികളോടല്ല. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. ഞാൻ എൻ്റെ ഉമ്മത്തിനോടാണ് സംസാരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ, നന്മ വ്യക്തമാണ്, തിന്മയും വ്യക്തമാണ്. അതുകൊണ്ട് തിന്മയിലേക്കുള്ള ഒരു ഇൻക്ലിനേഷൻ നാച്ചുറലി അവൻ്റെ ഹോർമോൺ അങ്ങനെയാണ്. ഇതൊരു എക്സ്ക്യൂസ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. പലർക്കും പല ഹോർമോൺ അടിക്കാനും കുത്താനൊക്കെ ഹോർമോൺ ഉണ്ടാവും. അതൊക്കെ ചെയ്യാൻ വിടുമോ? എന്താ അവിടെ പറയാ? നീ നിയന്ത്രിക്കണം. ഇതന്നെ ഇവനോടും പറയാനുള്ളത്. അല്ലാഹു അവൻ അങ്ങനെ പരീക്ഷണം കൊടുത്തു എന്ന് വിചാരിച്ച് സ്വർഗ്ഗഭോഗം ചെയ്യാണോ? അത് ഹറാമല്ലേ? ആ ഒരു പ്രകൃതിപരമായ വന്ന അവരുടെ ചാലഞ്ച്, ഞാൻ അങ്ങനെ അതിനെ വിളിക്കുന്നത്, അതിനെ നിയന്ത്രിക്കണമെന്നാ ശറഅ പറയാ. നിയന്ത്രിക്കണം, മറച്ചു പിടിക്കണം. ഒരു പെണ്ണിന്റെ രൂപത്തിൽ അവരാണായി തീർന്നത്. അവന് പെണ്ണുങ്ങളെ പോലെ ഇങ്ങനെ സാരി ഉടുത്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാണോ? ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇങ്ങനെ ട്രെയിനിലൂടെ ഇങ്ങനെ യാചിച്ച് നടക്കുന്ന കാഴ്ച ഇടയ്ക്കൊക്കെ ഇപ്പോൾ കാണുന്നില്ല. എന്താ? അവരാഘോഷിക്കുക, പെണ്ണിന്റെ കോലം കെട്ടി ആഘോഷിക്കുക. അതൊരു ന്യൂനതയാണ്. ന്യൂനതയെ നിങ്ങൾ എന്ത് ചെയ്യും? മറച്ചു പിടിക്കൂലേ? കയ്യിൽ വെള്ളപ്പാണ്ടെന്ന് വിചാരിക്കുക, മുഖത്ത് വെള്ളപ്പാണ്ടുണ്ട്, ശരീരത്തിൽ വെള്ളപ്പാണ്ടിന്റെ അസുഖമുണ്ട്, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യോ? ഇല്ല. ആ പരീക്ഷണങ്ങൾ വന്ന ആളുകൾ അവരുടെ ക്ഷമക്കനുസരിച്ചും അവരെങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്തത് അതിനനുസരിച്ചും അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കും. അങ്ങനെയാ. കണ്ണും കാതുമില്ലാതെ ജനിക്കുന്ന ആളുകളില്ലേ, ഫിസിക്കൽ ഡിസബിലിറ്റീസ്, ഫിസിക്കലി ചാലഞ്ച്, അത്തരം ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കും. അത് അവരുടെ കുറ്റമല്ല. നേരെ മറിച്ച് അവരുടെ ആഗ്രഹങ്ങളെയും അവരുടെ ചിന്തകളെയും നിയന്ത്രിക്കണം എന്നാണ് ഖുർആൻ പറയാ. ആ നിയന്ത്രണത്തെ സംബന്ധിച്ചാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ജസാകുല്ലാഹു ഖൈർ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ന്യൂനതകളെ സെലിബ്രേറ്റ് ചെയ്യരുത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയണേ. ഞാൻ ഈ കൈ കൊണ്ട് ഇന്നലെ കൊടുവള്ളിയിൽ വയൽ പറഞ്ഞതേ. അപ്പോൾ ആരോ പറഞ്ഞു, ഉസ്താദിൻ്റെ ആ കൈ പൊട്ടിയത് കണ്ടില്ലല്ലോ, ലൈവിൽ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞു. വേറെ പല കമൻറ്റും വരാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഈ കയ്യിന് കുഴപ്പമുള്ളത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ഞാനത് മറച്ചു പിടിച്ച് സ്റ്റേജിൽ ചെറിയ മറവുണ്ടായിരുന്നു, ഇങ്ങനെ കയ്യും വെച്ച് ഒറ്റ കൈ കൊണ്ടാണ് പറയണത്. ഞാൻ എൻ്റെ ന്യൂനതയെ ഞാൻ മറച്ചു വെക്കുകയാണ്. അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ല, ഇത് സിമ്പതി വാങ്ങിക്കാനുള്ളതല്ല. ഇത്
അത് ഞാനത് നിയന്ത്രിക്കുന്നു. അപ്പോൾ പിന്നെ എന്താ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ, ആ ലൈവ് ഇട്ടപ്പോൾ പോയ ക്യാമറ സെറ്റ് ചെയ്തപ്പോൾ എന്തിപ്പോൾ അങ്ങനെ ആക്കാഞ്ഞത്, അതായിരിക്കും ഇവർ ചോദിക്കുന്നുണ്ടാവുക. ഇതുപോലെ ഏത് മനുഷ്യൻ്റെ ന്യൂനതയും മറച്ചു പിടിക്കാനുള്ളതാണ്, എന്തിനുള്ളതല്ല, സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ല. അതുകൊണ്ടാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ. നമ്മുടെ ന്യൂ ജനറേഷൻ മക്കളോട് പറയാം, മക്കളെ നിങ്ങളുടെ ശരീരത്തിന് ഈ ഒരു യൗവനം ഒരു 20, 25, 28, 30 വയസ്സ് വരെ കത്തുന്ന സമയമാണ്. ആരും ഉപദേശിച്ചിട്ടും തലയിൽ കയറില്ല. പ്രേമത്തിലെങ്ങാനും കുടുങ്ങിപ്പോയോ ആരും പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളെ തലയ്ക്ക് അത് കയറൂല, ആണായാലും പെണ്ണായാലും. പിന്നെ ചിലത് അനുഭവിച്ചറിയേണ്ടി വരും, അതിൻ്റെ പരാജയവും അതിൻ്റെ ദുരന്തവും. പിന്നെ മാതാപിതാക്കളൊക്കെ കണ്ട് തള്ളിവിടും, ഇനി എന്തോ ആയിക്കോട്ടെ, പറഞ്ഞാൽ കേൾക്കാൻ പിന്നെ അങ്ങനല്ലേ ചെയ്യുക, ഇനി എന്തോ ആയിക്കോട്ടെ എന്ന് പറയും. അതിന് മറുപടിയാണ് ഖുർആൻ പറയുന്നത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും പ്രഭയെയും പകലിനെയും രാത്രിയെയും മനുഷ്യ ശരീരത്തെയും അതിൻ്റെ ക്രിയേഷനിൽ വന്ന പെർഫെക്ഷനെയും അള്ളാഹു നമുക്ക് നന്മതിന്മകളുടെ അടിസ്ഥാന ബോധം നൽകിയ വിഷയമടക്കം പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞ വിഷയമാണ്, നിങ്ങളുടെ ഈ ശരീരം നിങ്ങൾ നിയന്ത്രിക്കണമേ. ക്യാമ്പസിൽ മുഴുവൻ ആളുകൾക്കും ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഉണ്ട്. നീ അതിന് നടക്കുകയാണോ? നീ പഠിക്കാൻ ചെല്ലുന്നല്ലേ ഇതിൻ്റെ ക്യാമ്പസ്? അങ്ങനെ ഒരു നാച്ചുറൽ ഇൻക്ലിനേഷൻ ഉണ്ടാവും. നിനക്ക് നിക്കാഹ് ചെയ്ത് ഹലാലായ ഒരു ഭാര്യയെ ലഭിക്കുന്നവരെ നീ നിന്നെ നിയന്ത്രിക്കണം. അതിനാ ശറഅ് പറയുന്നത്. എന്നല്ല തോന്നിയ പോലെ നടക്കുകയാണോ? കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു, അങ്ങനെയല്ല. തിന്മയുടെ അവസരം ലഭിച്ചാൽ പോലും തിന്മയിൽ ഒരു മുഅ്മിന മനുഷ്യൻ ചെന്ന് പെടാൻ പാടില്ല. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആരാണോ ഈ ശരീരത്തെ ചവിട്ടി മെതിക്കുന്നത്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആഗ്രഹത്തിനൊത്ത് നടക്കുന്നത്, അവർ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹാ. സംരക്ഷണവും സംസ്കരണവും നൽകേണ്ടതിന് പകരം എനിക്കിഷ്ടമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഫ്രീഡമാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് പുല്ല് വില പോലും കൊടുക്കാത്ത ആളുകൾ ഒരല്പസമയത്തെ ആനന്ദത്തിന് വേണ്ടി ലഹരിക്കും മയക്കുമരുന്നിനും മറ്റു ആശാസ്യമല്ലാത്ത പ്രവണതകളുടെയും പിന്നാലെ ചങ്ങാത്തം കൂടി ഫ്രണ്ട്ഷിപ്പിന്റെ ലേബലിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് തിന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു നൽകുന്ന ഈ ശരീരത്തെ അവൻ പറഞ്ഞതുപോലെ കൊണ്ടു നടക്കേണ്ടതിന് പകരം നശിപ്പിച്ചു കളഞ്ഞവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നത് 8 അള്ളാഹുവിന്റെ മഹാത്ഭുതങ്ങളെ സത്യം ചെയ്ത് പറഞ്ഞതിന് ശേഷമാണ്. ചില്ലറ വിഷയമല്ല ഇത്. ഇന്നത്തൊക്കെ പ്രശ്നം ഇതാണ്, എൻ്റെ ഇഷ്ടമാണ്. ഭയങ്കര ഉഷാറില്ല പറയാം, പിന്നെ ആർക്കൊന്നും പറയാൻ പറ്റില്ല. നിൻ്റെ ഇഷ്ടമാണ്, ഓക്കെ. അള്ളാഹിൻ്റെ ഇഷ്ടത്തിന് ഈ നിൻ്റെ ഇഷ്ടത്തിന് എതിരാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഹു ഈസ് ഗോഡ്, ഐ ഡോണ്ട് ബിലീവ്. കുറച്ച് നേരത്തേക്ക് അങ്ങനെയൊക്കെ ചില തല പൊളിഞ്ഞ ജീവിതം ഉണ്ടാവും. പിന്നെ ബോധം വരും. ചിലപ്പോൾ ഒരു തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ ആയിരിക്കും മൂക്കിൽ മഞ്ഞ് വെച്ച് കൊണ്ടുപോവുക. അതാണ് നമ്മൾ പേടിക്കുന്നത്. ഒരു തൗബ ചെയ്യാൻ അവസരം, ഒരു വിചിന്തനത്തിന് ടൈം കിട്ടൂല. അപ്പോഴേക്കും ബൈക്ക് ആക്സിഡൻറ്റ്, കാർ ആക്സിഡൻറ്റ്, മറ്റെന്തെങ്കിലും ആക്സിഡൻറ്റുകൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് അള്ളാഹു പറയുന്നു, കദ്ദബത് സമൂദു ബിതഗ്വാഹാ. ഏറ്റവും വലിയ കൈക്കരുത്ത് അള്ളാഹു നൽകിയ ഒരു സമുദായത്തെയാണ് പിന്നെ അള്ളാഹു ധരിക്കുന്നത്. സമൂദ് ഗോത്രം അള്ളാഹുവിനെ ധിക്കരിച്ചവരാണ്. ബിതഗ്വാഹാ. അവരുടെ ധിക്കാരം കൊണ്ട് അള്ളാഹുവിനെ നിഷേധിച്ചവരാണവർ. ഭയങ്കരമായ ആരോഗ്യമായ മലകൾ തുരന്നുണ്ടാക്കുന്നവരാണ്. സൗദി അറേബ്യയിലെ ഹിജ്റിൽ പോയാൽ എന്ന് അൽ ഉല എന്നാണ് അറിയപ്പെടുക. അവിടെ ഒരു എയർപോർട്ട് വന്നിട്ടുണ്ട്, ഇന്റർനാഷണൽ എയർപോർട്ട്, അല്ലെങ്കിൽ തബൂക്ക് എയർപോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. അൽ ഉലയിൽ എയർപോർട്ടുണ്ട്. സമൂദുകാർ ജീവിച്ച സ്ഥലം നമുക്ക് കാണാൻ പറ്റും. പെട്രയിൽ ചെന്നാൽ കാണാൻ പറ്റും, ജോർഡാനിൽ. അതൊക്കെ ഏകദേശം ഇതിൻ്റെയൊക്കെ പരിസരങ്ങൾ തന്നെയാണ് സമൂദുകാർ ജീവിച്ചത്. കാനു യൻഹിതൂന മിനൽ ജിബാലി ബുയൂത. They used to crave houses out of mountains. പർവ്വതങ്ങളെയൊക്കെ തുരന്നിട്ട് ഇങ്ങനെ വീടുണ്ടാക്കുന്നവരാണ്. നമ്മളൊക്കെ സിമെൻ്റൊക്കെ കട്ട വെച്ചിട്ട് ഇങ്ങനെ അടുക്കിടയ്ക്ക് വെച്ചിട്ടല്ലേ വീടുണ്ടാക്കുക. അവർക്ക് മല കിട്ടിയാൽ മതി, അത് തുരന്നിട്ട് വീടാക്കി കളയും. അത്ര വലിയ മെയ്സൺസ് ആൻഡ് എൻജിനീയേഴ്സ് ആയിരുന്നു അവർ. അവർക്ക് തോന്നി, ഞങ്ങൾ ഇങ്ങനെ ആരോഗ്യമുള്ള മനുഷ്യന്മാരല്ലേ, പിന്നെ കണ്ണുകൊണ്ട് കാണാത്തൊരു പടച്ചവനുണ്ടോ എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ബിതഗ്വാഹ ആ സമൂദിലെ ഏറ്റവും പരാജയപ്പെട്ട ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നു. അയാളുടെ പേര് ഖുദാർ ഇബ്നു സാലിഫ് എന്നായിരുന്നു.
ഖുദാർ ഇബ്നു സാലിഫ്. ആ മനുഷ്യൻ മുന്നോട്ട് വന്ന് എന്ത് ചെയ്തു? ഫഖാല ലഹും റസൂലുള്ളാഹ് നാഖത്തല്ലാഹി വസുഖിയാഹാ. സമൂദുകാർക്ക് ദൃഷ്ടാന്തമായി സ്വാലിഹ് നബി അലൈഹിസ്സലാം അവർക്ക് ദൃഷ്ടാന്തമായി കൊണ്ടുവന്ന ഒരു ഒട്ടകമുണ്ടായിരുന്നു. എ camel which came out of rocks. പാറകളുള്ള മലയിൽ നിന്ന് ഒരു പ്രഗ്നന്റ് ആയ ഒരു ഷീ ക്യാമൽ, ഒരു പെൺ ഒട്ടകം അള്ളാഹു കൊടുത്തവർക്ക്. അത് പിന്നെ പ്രസവിച്ചു, നല്ല പാല് ചുരത്തി. ആ പാൽ അവർ കറന്നു വെച്ചിരുന്ന സ്ഥലമടക്കം ആ പാറ കൊണ്ടുണ്ടാക്കിയൊരു പാത്രമുണ്ട്. അതൊക്കെ ഇന്നും അവിടെ നിലവിലുണ്ട്. അവര് ആ ഒട്ടകത്തെ അറുക്കാൻ ചെന്നു. അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു അത്. ആ ദൃഷ്ടാന്തമായ ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി അവരിലെ ഏറ്റവും മോശപ്പെട്ട ആൾ എന്ന് പറയുന്ന ഖുദാർ ഇബ്നു സാലിഫ് അയാൾ പുറപ്പെട്ടപ്പോ ഫഖാല ലഹും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനായ സ്വാലിഹ് അലൈഹിസ്സലാം പറഞ്ഞു, നാഖത്തല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, വസുഖിയാഹാ, ആ ഒട്ടകത്തിന്റെ കുടിവെള്ളമാണ്, നിങ്ങൾ മുടക്കിക്കളയരുതേ. ഫകദ്ദബൂഹു, അവർ പറഞ്ഞു, യു ആർ എ ലയർ, നിങ്ങൾ നുണ പറയുന്ന ആളാണ്. ആരോടായി പറയണത്? മുഅ്ജിസത്ത് കൊണ്ടുവന്ന നബിയോട്. ആരോഗ്യം, കുറച്ച് IT ടെക്നോളജി ഒക്കെ പഠിക്കുമ്പോഴേ ഈ മൂല്യന്മാർക്കൊന്നും ബുദ്ധിയില്ല എന്ന് പറയുന്നതൊരു സ്വാഭാവികമായ ഒരു ചിന്തയാണ്. അങ്ങനെ പറയും മതവിശ്വാസികൾ. ബുദ്ധിയില്ലാത്തവർ ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്ത് മതം, അതൊക്കെ അന്നുണ്ടായതല്ലേ? അല്ലല്ല. മതത്തിന് ഫ്രോയിഡ് കൊടുത്ത ഡെഫിനിഷൻ വായിച്ചിട്ട് വരണ്ട. മതത്തിന് ഫ്രോയിഡ് കൊടുത്ത ഡെഫിനിഷൻ അല്ല നമ്മൾ വായിക്കേണ്ടത്. ആദം നബി അലൈഹിസ്സലാം മുതൽ മനുഷ്യാന്ത്യം വരെ നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. അതാണ് ഇസ്ലാം. അല്ല, മനുഷ്യൻ പേടിച്ചതിനൊക്കെ ആരാധിക്കാൻ തുടങ്ങി, അങ്ങനെ മതം ഉണ്ടായി. ഒരു തലയും വാലില്ലാത്ത ചങ്ങായി ഫ്രോയിഡ് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മളതാണോ, ആ ഡെഫിനിഷനാണോ നമ്മൾ എടുക്കുന്നത്? നമ്മുടെ കുട്ടികളൊക്കെ അതാ തലയിൽ വെച്ച് നടക്കുന്നത്. മതം ഉണ്ടായത് അങ്ങനെയല്ലേ? അള്ളാഹുവിൻ്റെ ഒട്ടകത്തെയും അതിന് കുടിക്കാനുള്ള വെള്ളവും നിഷേധിച്ചുകൊണ്ട് കൊല ചെയ്യാൻ വന്നു. സ്വാലിഹ് നബി അത് ചെയ്യരുതേ എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, സ്വാലിഹ് നബി നുണ പറയുന്നവനാണ് എന്ന് പറഞ്ഞ് ഫഅഖറൂഹാ, ആ ഒട്ടകത്തെ അവർ അറുത്തു കളഞ്ഞു, കൊല ചെയ്തു കളഞ്ഞു. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ, ആ ചെയ്ത മഹാപാതകത്തിന്റെ പേരിൽ ആ കുറ്റത്തിന് കൂടെ നിന്ന മുഴുവൻ ആളുകളെയും ഭൂമിയുടെ മേൽ നിലംപരിശാക്കി അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. വലാ യഖാഫു ഉഖ്ബാഹാ, അവർക്ക് സംഭവിക്കുന്ന അന്ത്യത്തെയോർത്ത് അള്ളാഹ്ക്ക് ഒന്നും പേടിക്കാനില്ലല്ലോ. അവർ ചെയ്ത തിന്മകൾക്ക് അല്ലാഹ് ശിക്ഷ കൊടുത്തുകൊണ്ടാണ് ഹിജ്ർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുങ്കാറ്റടിച്ച് വീശിയിട്ട് വലിയ വലിയ മഹാമരങ്ങളോളം കായബലമുണ്ടായിരുന്ന മനുഷ്യരെ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞത്. ഖുർആൻ പറയുന്നു, അവര് മരിച്ചു വീണ് കിടക്കുന്ന കാഴ്ച കണ്ടാൽ കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ. Look at them, they look like a hollow trunk of a palm tree. വലിയ വലിയ ഈത്തപ്പനയുടെ വണ്ണമുള്ള തടികളാണ് കിടക്കുന്നത് എന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ മനുഷ്യന്മാരായിരുന്നു. എന്തേ? അവർക്കൊരു അഹങ്കാരം തോന്നി, പടച്ചോരൊന്നും ഇല്ല. അന്നത്തെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഒട്ടകം, അള്ളാഹിന്റെ ഒട്ടകം, സ്വാലിഹ് നബിയുടെ ഒട്ടകം. അതിനവർ അറുത്തു. അതിനെ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് വായിച്ചാൽ ഇന്നത്തെ സ്വാലിഹ് നബിന്റെ ഒട്ടകം എന്ന് നമ്മൾ പറയാൻ പറ്റുമെങ്കിൽ അതിലേറെ വലുതാണ് വിശുദ്ധമായ ഖുർആനും ഹബീബിന്റെ സുന്നത്തും. അതിന് പുല്ലുവില. ഖുർആൻ എടുത്ത് ഓതുന്നില്ല, പഠിക്കുന്നില്ല, ബാക്കി എല്ലാ വാറോലയും വായിക്കുന്നുണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇത് തീർന്നാൽ മരിക്കാൻ വരെ സമയം കിട്ടൂല. അത് തീർന്നിട്ട് അത്രയും വായിക്കാനും കാണാനും വീഡിയോസ് ഓരോ ദിവസവും. ഒരു ദിവസം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും മറ്റൊക്കെ കയറിക്കൂടുന്ന വീഡിയോസ് ഒരു ദിവസത്തേത് മാത്രം കാണണമെങ്കിൽ മിനിമം 40 കൊല്ലം എടുക്കുന്ന ഒരു ദിവസം അപ്ലോഡ് ചെയ്ത് കാണണമെങ്കിൽ. പിന്നെ എന്നതൊക്കെ തീരുക? അതൊക്കെ വായിക്കാൻ നമുക്ക് സമയമുണ്ടല്ലേ? ഖുർആനിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ. ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് അറിയൂലേ? നല്ലൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ ഖുർആനിൻ്റേത് വായിക്കാറുണ്ടോ? നമ്മൾ ഖുർആൻ ഓതി നോക്കാറുണ്ടോ? അറബിയിൽ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? എന്താണ് ഈ പറയുന്ന ഗ്രന്ഥം? ഇതിൻ്റെ മഹത്വം എന്താണ്? അതിൻ്റെ ഇന്നർ മീനിങ് എന്താണ്? അതിൻ്റെ ഈ വലിയൊരു ഇൻഫ്ലുവൻസ് ലോകത്ത് ചെയ്ത ഈ ഒരു ഗ്രന്ഥം ഇന്നും
1.7 ബില്യൺ ആളുകളുടെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റ് കഴിയുന്ന ഗ്രന്ഥമാണിത്. ഇത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒന്ന് ഓതി നോക്കാൻ ഈ ഉമ്മത്തിൽ പറന്ന മക്കൾക്ക് സമയം കിട്ടുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നാട്ടുകാർക്ക് നേരമുണ്ടോയെന്നല്ല, നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? പുല്ലുവിലയല്ലേ. സ്വാലിഹ് നബിന്റെ ഒട്ടകത്തെ അവർ അറുത്തു വീഴ്ത്തിയ പോലെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമുക്ക് പഠിക്കാൻ സമയമില്ല, നമ്മളതിനെ അറുത്തു വീഴ്ത്തിയിരിക്കുകയാണ്. പിന്നെ റമളാൻ വരുമ്പോൾ ഒന്ന് പൊടി തട്ടും, കുറച്ചു നേരം പള്ളിയിൽ പോയിരുന്നിട്ട് കഴിഞ്ഞു. പിന്നെ അടുത്ത റമളാൻ വരുമ്പോൾ എടുത്ത് നോക്കുള്ളൂ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കുന്ന ആളുകളെ അള്ളാഹ് നശിപ്പിച്ചു കളഞ്ഞാൽ ആ നാശത്തെക്കുറിച്ച് അള്ളാഹ്ക്ക് പേടിക്കാനില്ല. അള്ളാഹ് ഒരിക്കലും പേടിക്കൂല. അള്ളാഹ്ക്ക് എന്ത് പേടി? ഇത് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് അഹങ്കാരം കൊണ്ട്, ഡ്രിവൻ ബൈ അറോഗൻസ്, അഹങ്കാരം കൊണ്ട് ചെയ്തവരാ സമൂദ് ഗോത്രക്കാർ. അഹങ്കാരം കൊണ്ട് അള്ളാഹുവിനെ നിഷേധിച്ച ഒരു സമുദായം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ബോധിപ്പിച്ചുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് എന്നോടും നിങ്ങളോടും. അഹങ്കാരം കൊണ്ട് നന്മ കാണാതെ പോയവരെ പോലെ നിങ്ങൾ ആവരുത്. ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പും ഡേറ്റിങ്ങും നടത്താൻ അതിനൊന്നല്ല പടച്ചം കൊണ്ട് പടച്ചു വിട്ടത്. അതിനൊക്കെ കുറെ കാഫിറുകളും ബുദ്ധിയില്ലാത്തവരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കാം. നമ്മൾ മഹിതമായൊരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാമെന്നവരാ. ആ ലക്ഷ്യം നാളത്തെ സ്വർഗത്തിലേക്ക് എത്തലാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്, പടച്ചവനെ to cherish him and nourish and worship him and subdue for him. അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കാമെന്നവരാ നമ്മൾ. പടച്ചവൻ്റെ മുമ്പിലേ ഞാൻ തലകുനിക്കൂ എന്ന് ഇസ്സത്തോടെ പറയാൻ കഴിയുന്നവരാ നമ്മൾ. ആ ലക്ഷ്യബോധം നമ്മുടെ യുവതലമുറക്കുണ്ടാവണം. നമ്മുടെ യുവാക്കൾ വെറുതെ ഇങ്ങനെ ഒരു പുകയിൽ ജീവിക്കരുത്, കഥല്ലാതെ ജീവിക്കരുത്. ആരോഗ്യമൊക്കെ നഷ്ടപ്പെടും മോനെ. നിൻ്റെ ആരോഗ്യവും നിൻ്റെ കരുത്തും നിൻ്റെ മസിലൊക്കെ ഒരു പനി വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ അള്ളാഹുവിൻ്റെ മുമ്പിൽ. നിനക്ക് മുമ്പോട്ട് പോകണം, ഖബറിൽ പോയി കിടക്കണം, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിൽക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ചില ആളുകൾക്ക് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് വരുന്നത് ഓർക്കുമ്പോഴേക്കും അവരുടെ മുഖത്തെ മാംസങ്ങൾ ഇങ്ങനെ താഴോട്ട് ഉതിർന്നു വീഴുമത്രേ. പേടി. എങ്ങനെയാ റബ്ബേ ഞാൻ അള്ളാഹുവെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പേടിച്ചിട്ട്. ചില ആളുകൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കടന്നു പോകുന്ന ആ ഒരു അപ്പോയിൻമെന്റിന് വേണ്ടി കാത്തു കിടക്കുന്നവനാണ്. റബ്ബേ നീ എന്നെ വിളിക്കുകയും ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ എന്തേ എൻ്റെ അടിമയെ നീ എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് നീ എന്നോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവേ ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് കഴിയുന്ന വിധം അച്ചടക്കത്തിൽ ജീവിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെയുണ്ടായിരുന്ന മുഴുവൻ ആളുകളും തിന്മയുടെ പിന്നാലെ ഓടിയപ്പോൾ അള്ളാഹുവേ ഞാനത് ചെയ്തിരുന്നില്ല. എൻ്റെ കൂട്ടുകാർ കൈനിറയെ പൈസ വാപ്പമാർ അയച്ചു കൊടുക്കുമ്പോൾ, ഉമ്മമാർ അയച്ചു കൊടുക്കുമ്പോൾ റെസ്റ്റോറൻറ്റുകളിലും കഫകളിലും കറങ്ങി നടന്ന് ബോയ്സും ഗേൾസും ഒക്കെയായി ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് പോലും ചിന്തിക്കാതെ നടന്നപ്പോ, ലഹരിക്കടിമകളായി നടന്നപ്പോ അല്ലാഹുവേ ഞാനത് ചെയ്തിട്ടില്ല. ഞാനത് ചെയ്യാതിരുന്നത് റഹ്മതക യാ റബ്ബ്, നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തും നിന്റെ കരുണ കൊണ്ട്, നിന്റെ കാരുണ്യം എനിക്ക് ലഭിക്കാനാണ് നീ പറഞ്ഞ പോലെ ഞാൻ ജീവിച്ചത് എന്ന് റബ്ബിനോട് പറയുമ്പോൾ ഫബിറഹ്മതി, എന്റെ റഹ്മത്തിനെ മുൻനിർത്തി ഞാൻ പറയട്ടെ, അന്നീ ഗഫർതു ലക്, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു നേരിട്ട് പറയുന്ന ആളുകളുണ്ടത്രേ. ചില ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ നൃത്തം ആലോചിക്കാൻ പോലും പേടിയായി. അള്ളാഹുവേ നിന്റെ മുമ്പിൽ ഞാൻ എന്ത് വന്ന് പറയാനാണ്? കണ്ണുകൾക്ക് കാഴ്ചയും ചെവികൾക്ക് കേൾവിശക്തിയും ബുദ്ധിക്ക് ഒരു കുഴപ്പവുമില്ലാതെ ആരോഗ്യം മുഴുവൻ, 2 കൈയും 2 കാലും എല്ലാം തന്നു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ട് തോന്നിയതുപോലെ ജീവിച്ചു വന്നിട്ട് അല്ലാഹുവേ നീ എന്ന ഒരു രക്ഷിതാവ് ഉണ്ടെന്ന് പോലും വിശ്വസിക്കാതെ, നിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ സത്യം മാത്രം ലോകത്തോട് പറഞ്ഞ, തമാശയിൽ പോലും ഒരു കളവ് പറഞ്ഞതായി ചരിത്രത്തിൽ മുസ്ലിമീങ്ങളോ അല്ലാത്തവരോ ആയ ചരിത്ര പണ്ഡിതന്മാർക്ക് ഒരു ഇൻസ്റ്റൻസ് പോലും ഉദ്ധരിക്കാനില്ലാത്ത സത്യപ്രവാചകരായിരുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവേ നിന്റെ തിരുദൂതനായിരുന്നു എന്ന് പുണ്യ നബിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ ജീവിച്ചവർ എങ്ങനെ അല്ലാഹുവിന്റെ ലിഖാഇന് സാധ്യമാകും? അതുകൊണ്ട് ചില ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും മാ മിൻകും ഇല്ലാ വയുകല്ലിമുല്ലാഹു റബ്ബഹു ലൈസ
ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, ഒരു പരിഭാഷകൻ മുമ്പിലില്ലാതെ, ഒരിടനിലക്കാരനില്ലാതെ അല്ലാഹു നിങ്ങൾ ഓരോരുത്തരോടും നേരിട്ട് സംസാരിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഹദീസ് കേൾക്കുമ്പോൾ ചില ആളുകളുടെ മുഖത്ത് മാംസം ഉറ്റി വീഴുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പേടിച്ചുകൊണ്ട് അപ്പോഴാ ബോധം തെളിയാ വേണ്ടില്ലായിരുന്നു. ഇത് പഠിപ്പിച്ചു തരാനാണ് 8ഓളം ആയത്തുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹത്തായ സൃഷ്ടികളെ സാക്ഷ്യപ്പെടുത്തി സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത്. എന്താ പറഞ്ഞ വിഷയം? ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നിങ്ങളുടെ ശരീരം എത്ര വൃത്തിയിലും എത്ര ഭംഗിയിലും എത്ര ആരോഗ്യത്തിലുമാണ് നിങ്ങളത് കൊണ്ടു നടക്കുന്നത്. ആ ശരീരം ഇഷ്ടപ്പെടുന്നത് മുഴുവൻ ചെയ്തു കൂട്ടല്ലേ. നിങ്ങളുടെ ശരീരം ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണോ അല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കണമേ എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് 8ഓളം വരുന്ന റബ്ബിന്റെ മഹാദൃഷ്ടാന്തങ്ങളെ പരിചയപ്പെടുത്തി തന്നുകൊണ്ടാണ്. രാവും പകലുമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നന്മയും തിന്മയുമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണത്. വല്ലൈലി ഇദാ യഗ്ശാഹാ, രാത്രിയുണ്ട്. ഇരുളെന്ന് പറയുന്നത് തിന്മകളാണ്, അതിൻ്റെ ഒരു സിമ്പലാണ്. വന്നഹാരി ഇദാ ജല്ലാഹാ, തെളിമയാർന്ന പ്രഭയാർന്ന പകലുണ്ട് എന്ന് പറഞ്ഞു തന്നത് നന്മയുടെ പ്രകാശം സൂചിപ്പിക്കാനാണ്. നന്മയും തിന്മയുമുള്ള ലോകമാണത്. നല്ല പ്രകാശമുള്ള കത്തിജ്വലിക്കുന്ന സൂര്യനുള്ള ലോകമാണിത്. എന്നാൽ അന്ധതയിൽ മാത്രം തെളിയുന്ന ഒരു അമ്പിളിയുള്ള ലോകമാണിത്. എന്നാൽ നന്മയും തിന്മയും അള്ളാഹു നൽകിയത് ഇത് നിങ്ങളിൽ ഏത് ചോയ്സ് ചെയ്യുന്നു, ഏത് സെലക്ട് ചെയ്യുന്നു എന്ന നിങ്ങളുടെ സെലക്ഷനാണ് അള്ളാഹു സ്വർഗവും നരകവും വിധിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ സർവമാന സൃഷ്ടിപ്പുകളെയും ആകാശലോകങ്ങളെ വസ്സമായി വമാ ബനാഹാ 26 ബില്യൺ പ്രകാശവർഷങ്ങൾക്കപ്പുറം കിടക്കുന്ന താരസമൂഹങ്ങളെ ഇന്ന് സയന്റിസ്റ്റുകൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് നിങ്ങൾ മണ്ണിൽ അലിഞ്ഞു പോയാൽ നിങ്ങൾക്കൊരു ജീവൻ തന്ന് രണ്ടാമത്തെ ഒരു പുനർജന്മം നൽകാൻ അള്ളാഹു വല്ല പണിയുമുണ്ടോ? അവനല്ലയോ ഈ പ്രപഞ്ചം മുഴുവൻ പടച്ചത് എന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹു. ചെറിയ സൂറത്താണിത്, സൂറത്തു ശംസ്. എന്നിട്ടാണ് ധിക്കാരം കൊണ്ട് നാശം സംഭവിച്ചു പോയ സമൂദിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത്. നമ്മളെക്കാളും ആരോഗ്യമുണ്ടായിരുന്നവർ, കായബലമുണ്ടായിരുന്നവർ, ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിരുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ ലഭ്യമായ സയൻസ് വെച്ച് നോക്കിയാൽ അവരുടെ മേസൺ സ്കില്ലുകൾ വലുതായിരുന്നില്ലേ? അവരുടെ എഞ്ചിനീയറിംഗ് വലുതായിരുന്നില്ലേ? അത് കാണാൻ നമുക്കിന്ന് ചെന്നാൽ ടിക്കറ്റ് എടുത്ത് നോക്കിയാൽ അവിടെ ചെന്ന് കാണാൻ പറ്റും. അല്ലുള്ളയിലും പെട്രയിലും